നമസ്കാരം. തള്ള സുഖങ്ങളൊക്കെ തന്നെ. ചായകളും വെള്ളങ്ങളൊക്കെ കുടിച്ചിട്ട് തന്നെ വന്നിരിക്കണേ. എനിക്ക് വയ്യ. ഇത് ആര് വന്നിരിക്കണേ? ഇത് സാരതക്കന്റെ മോ സെൽവനാ. ഇത് എന്തരം വളപ്പ് വളക്കണേ? എന്തരം എനക്ക് എന്നാ തുപ്പലോട്ടൊരു കൊട്ടടിച്ച ഉണ്ടല്ലോ. പറയാൻ പാടില്ല. അങ്ങാട്ട ഇതെന്തരം വളപ്പ് വളക്കണേ? അതെ, ഞാൻ തിരുവനന്തപുരം സ്ലാങ് മനഃപൂർവ്വം പറഞ്ഞത് തന്നെ. ഇപ്പൊ പലരും എന്നോട് പറഞ്ഞു തിരുവനന്തപുരം സ്ലാങ് ഇപ്പൊ സുരാജ് അധികമൊന്നും അങ്ങനെ പറയുന്നില്ല എന്ന്. തിരുവനന്തപുരം പറയുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത് റിലീസാകാൻ പോകുന്ന ചാക്കോച്ചൻ നായകനായി അഭിനയിക്കുന്ന ജമുന പ്യാരി എന്ന സിനിമയിൽ പക്കാ തൃശ്ശൂർക്കാരനായിട്ടാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്നത്. സ്ലാങ്ങും തൃശ്ശൂരാണ്. കാര്യം എന്തൊക്കെ പറഞ്ഞാലും ജനങ്ങൾക്ക് സുരാജേട്ടൻ ആ തിരുവനന്തപുരം സ്ലാങ് സംസാരിച്ച് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തിരുവനന്തപുരം പറയുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ എനിക്കൊരു കഥ ഓർമ്മ വന്നു. ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുള്ളതാവും. വേറൊന്നുമല്ല, എൻ്റെ ഒരു സുഹൃത്തുണ്ട്, റഫീഖ് എന്നാണ്, അമ്പലത്തറക്കാരനാണ്. അപ്പോൾ ആൾ ഈ തുണി ബിസിനസ്സുമായിട്ടൊക്കെ ഇടയ്ക്കൊക്കെ പോകും. കാരണം പല ആൾക്കാരും ഇന്ന് അച്ചടി ഭാഷ സംസാരിക്കണമെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വരും. ചില സമയങ്ങളിലൊക്കെ നമ്മുടെ യഥാർത്ഥ ഭാഷ കയറി വരും. ചില ആൾക്കാർക്ക് പല ഭാഷയും ഇല്ലെങ്കിൽ പല സ്ലാങ്ങും കയറി ഇങ്ങനെ മിക്സായി വരാറുണ്ട്. അങ്ങനെ എൻ്റെ സുഹൃത്ത് റഫീഖ് ഒരു മാസത്തെ ബിസിനസ് ടൂറിന് വേണ്ടിയിട്ട് നേരെ തുണി വിൽക്കാനായിട്ട് എറണാകുളം, പിന്നെ പാലക്കാട്, അങ്ങനെ കുറേ സ്ഥലങ്ങളിലൊക്കെ പോയി തിരിച്ച് വന്നതിന് ശേഷം നമ്മൾ കണ്ടുമുട്ടുകയാണ്. ഞാൻ ചോദിച്ചു, റഫീഖ് എങ്ങനെയുണ്ട് വിശേഷങ്ങൾ? എന്തുട്ര ഒന്നും പറയണ്ടേ, തൃശ്ശൂർ ഓരോ വീട്ടിലൊക്കെ കയറിറങ്ങി ബിസിനസ്സൊക്കെ ഭയങ്കര ഡള്ളാണ്. പിന്നെ എന്തുട്ര? ഞാൻ ചോദിച്ചു, എന്താടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന? അത് കുറച്ച് നാളെ അവിടെ നിൽക്കുമ്പോൾ നമ്മളറിയാതെ തിരുവനന്തപുരം എല്ലാം മറന്നു പോകൂടാ. നീ അവിടെ നിന്ന് എന്തൊക്കെ കൊണ്ടുവന്നു? ഞാൻ കുറച്ച് ഓപ്പിളും കുറച്ച് ഓറഞ്ചും കുറച്ച് മുന്തിരിയും. ശരിക്കും ഇയാൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ എങ്ങനെയെന്നറിയാം? ആപ്പിളുകൾ, ഓറഞ്ചുകൾ, മുന്തിരിങ്ങ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഓപ്പിള്, ഓറഞ്ച് ഇതൊക്കെ ഒരു കിറ്റില വാങ്ങി ഇട്ടുകൊണ്ട് വന്നു. ശരിക്കും മുമ്പ് കിറ്റൊന്നുമല്ല, 50 പൈസയുടെ കൂടെ പ്ലാസ്റ്റിക് കവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. കിറ്റിൽ വാങ്ങിച്ചു വന്ന് ഞാൻ ഈ ബസ്സിൻ്റെ സ്റ്റെപ്സിലെ ശരിക്കും പടികളൊക്കെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പടികള്, ബസ്സിൻ്റെ പടികള്. ഇത് നേരെ സ്റ്റെപ്സ് ഇങ്ങനെ ഇറങ്ങാൻ കാല് ജസ്റ്റ് ഒന്ന് തന്നെ ഈ കയ്യിലിരുന്ന ഓപ്പിളും ഓറഞ്ചും മുന്തിരി ഇങ്ങനെ റോഡിലേക്ക് ഇങ്ങനെ ചെതറി വീണു. എന്നിട്ട് എന്ത് ചെയ്തു? ഉടനെ ഞാൻ പുല്ലൊരു ബസ് വന്ന് കയറിയിട എല്ലാം ചപ്പിപ്പോയി. അപ്പൊ എത്രയൊക്കെ നമ്മള് നമ്മുടെ എന്താ പിന്നെ ഉള്ളിൽ ഒളിപ്പിച്ചാലും ഉള്ളിൽ എത്രയൊക്കെ നമ്മൾ ഒളിപ്പിച്ച് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഉള്ളിൽ കിടക്കുന്ന ഫ്രാഡുകൾ തള്ളി പുറത്തോട്ട് വരും. ഭാഷയുടെ കാര്യത്തിൽ തൃശ്ശൂർ ഭാഷ തന്നെയാണ് നല്ല ഭാഷ. ഏതിന്റെ കാര്യത്തിൽ? ഭാഷയുടെ കാര്യത്തിൽ. ഭാഷയുടെ കാര്യത്തിൽ തൃശ്ശൂർ ഭാഷയാണ് ഏറ്റവും മികച്ച ഭാഷയെന്ന്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഷ രജനീകാന്ത്. ഒരു തടവ് சொன்ன അത് 100 തടവ് சொன்ன മാതിരി. അതാണ് ശരിക്കും ഭാഷ. ഇത് ഭാഷയല്ല, ഭാഷ. ഭരണിയുടെ ഭാ അല്ല, ജൽപ്പനത്തിന്റെ ഭാഷ. ചേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ഈ ഉപ്പും പുളിയും ഒക്കെ കൂട്ടി ഭക്ഷണം കഴിക്കണം നാവല്ലേ? ഇടയ്ക്കൊരു തെറ്റൊക്കെ ആർക്കായാലും പറ്റും. തീർച്ചയായിട്ടും അങ്ങനെ തെറ്റ് പറ്റാറുണ്ട്. പക്ഷെ ഇങ്ങനെ തെറ്റ് പറ്റണ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ചേട്ടാ, കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ കോട്ടയംകാരാണ് നല്ല അച്ചടി ഭാഷ സംസാരിക്കുന്നത്. ഭാഷയല്ല, ഭാഷ. ശരിക്കും അശ്വതി ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ കേരളത്തിന് ഒറ്റ ഭാഷയേ ഉള്ളൂ. ഏതാണ്? മലയാളം. അതാണ് നല്ല ഭാഷ. പിന്നെ ഓരോ സ്ഥലങ്ങളിലും ഭാഷാ ശൈലികളുണ്ട്. ഇപ്പോൾ ഓരോ ജില്ല മാറുന്നതോറും ഇല്ലെങ്കിൽ പഞ്ചായത്ത് മാറുന്നതോറും ഓരോ സ്ലാങ്ങിലാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് എൻ്റെ ഒരു ഷോ കഴിഞ്ഞെന്ന് വെച്ചോ, പ്രോഗ്രാം കഴിഞ്ഞു. ഉടനെ തന്നെ അഭിപ്രായം പറയാൻ വേണ്ടി തിരുവനന്തപുരത്തുകാർ വന്ന് എങ്ങനെയാണ് അഭിപ്രായം പറയുന്നതെന്ന് കാണിച്ചു തരാം. അവർ ഫുൾ അങ്ങോട്ട് സന്തോഷം നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യും. ഓടി വന്നിട്ട്, തള്ള അണ്ണ നിന്നാണോ പൊളിച്ചാടാ, ഉഗ്രം പരിപാടി, എടാ പൊളപ്പരടാ, കിടിലം പരിപാടിയെന്ന്, നിന്നാണ് തന്നെ നിന്ന ഉണ്ടല്ലേ ഞാൻ. ഞങ്ങളാണ് സന്തോഷം പ്രകടിപ്പിക്കുന്നത്. ഞങ്ങൾ കോട്ടയംകാരാണെങ്കിലോ? കോട്ടയംകാരൻ കണ്ടു കഴിഞ്ഞാൽ സത്യം നമുക്ക് തന്നെ തോന്നും, എന്റെ ദൈവമേ ഇത് പൊളിഞ്ഞ പരിപാടി എങ്ങാനും ആയിരുന്നോ? പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ വന്ന് ചോദിക്കും, എന്നാ വളിപ്പാടാ ഇത് എന്നാ വളിപ്പാ നീ ഒക്കെ കാണിക്കണേ. ഹലോ, അതെന്താ അറിയോ ചേട്ടാ, ഞങ്ങൾ ഈ വളിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടയത്ത് തമാശക്കാണ് ഞങ്ങൾ പറയുന്നത്. പക്ഷെ അത് ആദ്യം ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ തന്നെ അയ്യോ ഇതെന്താ കത്തിയായിരുന്നു, ഇത് വേണ്ടായിരുന്നു എന്നൊക്കെ തോന്നും. തൃശ്ശൂരാണെങ്കിലോ? തൃശ്ശൂരാണെങ്കിൽ നേരെ വന്നിട്ട് അതും ജസ്റ്റ് ഒന്ന് പേടിച്ച് നിൽക്കണം. എന്തുട്ടാ പ്രോഗ്രാം പൊളിച്ചൂടാ, പൊളിഞ്ഞെന്ന് നമ്മൾ വിചാരിക്കും. അത് അവിടെ അടിപൊളി എന്നുള്ള രീതിയിലാണ്. എനിക്കൊന്നും ഇതുവരെ മനസ്സിലാവാത്തത് പാലക്കാടാണ്. പാലക്കാട് ഒരു പ്രോഗ്രാം എന്തെങ്കിലും ഒരു വിശേഷം ചോദിച്ചേ, ഞാൻ പ്രതികരിക്കുന്ന കാണിച്ചു തരാം. സുരായേട്ടാ, പാലക്കാട് പ്രോഗ്രാം കഴിഞ്ഞില്ലേ? എങ്ങനെയുണ്ടായിരുന്നു? ഇത് നല്ലതാണോ മോശമാണോ എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയില്ല.
ഇനി ഈ ഓ എന്ന വാക്കിന് പല അർത്ഥങ്ങളുണ്ട്. ഓ എന്ന വാക്കിന് ഇപ്പൊ എന്നോട് എന്തെങ്കിലും ചോദിച്ചേ, ഞാനത് കറക്റ്റ് പറഞ്ഞുതരാം. സുരാജേട്ടാ ഓ ഭക്ഷണം കഴിച്ചാ? ആ എങ്ങനെയുണ്ടായിരുന്നു? വാ. അതുപോലെ തന്നെ വാക്കുകളില്ലാതെ ശബ്ദശകലങ്ങൾ കൊണ്ട് ആശയവിനിമയം നടത്താൻ മിടുക്കന്മാരാരാ ലോകത്ത്? നമ്മളെ മലയാളികളേ ഉള്ളൂ. അത് എവിടെയും വീണ്ടും വീണ്ടും പ്രൂവ് ചെയ്യിക്കും. അത് പ്രൂവ് ചെയ്യണം ഒന്നുകൂടെ. ഞാൻ പ്രൂവ് ചെയ്ത് കാണിച്ചു തരാം. അതായത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് നമ്മൾ മലയാളികൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ശബ്ദശകലങ്ങൾ കൊണ്ട് ആശയവിനിമയം നടത്തും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വിദേശത്തോ സ്വദേശത്തോ എവിടെ പോയാലും സ്പീഡിലെങ്ങാനും പോകണമെങ്കിൽ ആദ്യം അത് തിരിഞ്ഞു നോക്കുമ്പോൾ അറിയാം ആരാണെന്ന്. നടന്നു പോകുമ്പോൾ ഉടനെ നമ്മൾ തിരിയും, ആ കറക്റ്റ് മലയാളി മാത്രമേ ഇങ്ങനെ വിളിക്കൂ. അത് കഴിഞ്ഞിട്ട് ഓയ്, അതിലും തിരിഞ്ഞാൽ ഓയ്, അല്ല പട്ടിയൊക്കെ വിളിക്കുന്ന മാതിരി ഓയ്, ഇങ്ങനെ എല്ലാമാണ് നമ്മുടെ മലയാളികൾ. എല്ലാ മലയാളികളും ഇല്ല, ചില ആൾക്കാരൊക്കെ ചെയ്യുന്നത്. ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള സമ്പ്രദായങ്ങളൊക്കെ നിർത്തിയിട്ട് അറിയാമെങ്കിൽ പേര്, ഇല്ലെങ്കിൽ അടുത്ത് നിന്ന് എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞാൽ, ഇല്ലെങ്കിൽ ഹലോ ഹായ് ഇങ്ങനെ പറഞ്ഞാലും പ്രശ്നം. അല്ലാതെ അങ്ങനെയൊന്നും വിളിക്കരുത് കേട്ടോ. മാത്രമല്ല ഇപ്പോഴത്തെ നമ്മുടെ തലമുറ, അതായത് പിന്നെ സംസാരശേഷി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഫേസ്ബുക്ക്, നെറ്റ് വേണ്ട വിധത്തിലൊക്കെ പോകണം. സംസാരശേഷി ഇല്ല. ചില ആൾക്കാരൊക്കെ അമ്മയോട്, ഓ ഇന്ന് കുറേ വർഷമായിട്ട് ഞാൻ അമ്മയോട് സംസാരിച്ചു, കൊള്ളാം നല്ല ആൾക്കാരാണെന്ന് തോന്നുന്നു. കാര്യം സംസാരിച്ചിട്ട് കുറേ വർഷങ്ങളായി. ഇവർ ആംഗ്യ ഭാഷയിൽ ഇപ്പോഴത്തെ ചില ആൾക്കാർ സംസാരിക്കും. ചോദിച്ചു നോക്ക് എന്തുവേണം. ചേട്ടൻ തിരിച്ചു പോകുന്നുണ്ടോ? ഭക്ഷണം കഴിച്ചാ? എങ്ങനെയുണ്ടായിരുന്നു ഭക്ഷണം? നമ്മുടെ ഈ പ്രോഗ്രാം എങ്ങനെയുണ്ട്? കാര്യം സുരാജേട്ടാ, നമ്മളെല്ലാവരും വ്യത്യസ്ത ഭാഷാ ശൈലികളുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ 2 ജില്ലകളെ പ്രതിനിധാനം ചെയ്യുന്ന 2 പേരാണ് ഇന്ന് നമ്മുടെ ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിലേക്ക് ഗസ്റ്റ് ആയിട്ട് എത്തിയിട്ടുള്ളത്. മലയാളത്തിന്റെ പ്രിയ താരങ്ങളായ സുധീഷ് ആൻഡ് മഞ്ജു പിള്ള. ഡാൻസ് നന്നായിട്ടൊന്ന് കുറച്ചുകൂടെ കളിക്കായിരുന്നു. അല്ല എന്താ സംഭവം എന്നറിയോ? സുരാജ് പറഞ്ഞല്ലോ ഡാൻസ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അപ്പം നമ്മൾ ഇവര് ഡാൻസ് ഇങ്ങനെ ചെയ്തുകൊണ്ട് വരികയാണല്ലോ. അപ്പൊ നമ്മൾ ഈ സ്റ്റെപ്പ് പഠിക്കാതെ ഡാൻസ് ചെയ്യണമെന്ന് പറഞ്ഞാല് നമുക്ക് ഒരൊറ്റ സ്റ്റെപ്പേ വരുള്ളൂ. ഏതാ? ഏത് പ്രോഗ്രാമിന് പോയാലും ഇത് തന്നെയാണ്. ഇതാകുമ്പോ എളുപ്പം കഴിയും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മെനക്കെടാതിരുന്നത്. അതിന് അറിയാതെ അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിർത്തി അവിടെ. ചേച്ചിയിൽ നിന്ന് 2 ചൂടുകൾ നമ്മൾ പ്രതീക്ഷിച്ചോ? അതെ, 2 സ്റ്റെപ്പ് എന്തായാലും വെക്കാറുണ്ട്. ഒരു 2 സ്റ്റെപ്പ് പെട്ടെന്നൊരു നർത്തകി ഇല്ലെങ്കിൽ ആക്ട്രസിന്റെ ചോദിച്ചു കഴിഞ്ഞാൽ കളിക്കുന്ന ഏത് സ്റ്റെപ്പാണ്? പിന്നെ വേറെ ഒന്നുണ്ട്. എന്താ അങ്ങനെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. പിന്നെ ഇങ്ങനെ ഒരു സാധനം അത് സെക്കൻഡ് സ്റ്റെപ്പ്. പിന്നെ ഒന്നുമില്ലെങ്കിൽ അങ്ങനെ സ്റ്റെപ്പുകൾ ഗംഭീരമായിരുന്നു. എങ്ങനെയുണ്ട് പുതിയ സ്റ്റെപ്പ് നമ്മുടെ സിനിമയിലേക്കുള്ള? പുതിയ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പം പൃഥ്വിരാജ് നായകനായിട്ട് അഭിനയിക്കുന്ന എന്ന് നിന്റെ മൊയ്തീൻ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഞാൻ തന്നെ നായകനായിട്ട് അഭിനയിക്കുന്ന അതിജീവനം എന്ന് പറയുന്ന സിനിമ. അത് ഈ ജീവൻ ഇല്ലാത്തതുകൊണ്ടാണ് അതിജീവനം. അല്ല, നമ്മുടെ ഒരു അതിജീവന മാർഗ്ഗമാണല്ലോ അത്. അപ്പൊ അതുകൊണ്ടാണ് അതിജീവനം. അല്ല, ഒരു നല്ലൊരു ക്യാരക്ടറാണ്. മെയിൻ നല്ല വേഷമാണ്. ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. പിന്നെ അതിനേക്കാളൊക്കെ ഉപരി ഇപ്പം സിനിമ നടക്കുന്നുണ്ട് ഒരു ഭാഗത്തൂടെ. പക്ഷെ ഞാനൊരു ഇപ്പൊ ഒരു ചാലഞ്ചിങ്ങിലാണ് മൊത്തം. ചാലഞ്ചിങ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ വൈഫ് 2ാമത് അതൊരു ചാലഞ്ച് ആയിരുന്നു. അല്ല, ഇനി ഇത് ചലഞ്ചിങ് ഏറ്റെടുത്ത് ഒരു 5 നിർത്തുവോ? അത്രയ്ക്ക് പോകേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഞാൻ ഇതില് സുരാജിന്റെ പാത പിന്തുടരാണെന്ന് എനിക്ക് സംശയമുണ്ട്. അതൊക്കെ സംഭവിച്ചു പോയതാണ്. അല്ല, സുരാജ് പിന്നെ ആദ്യത്തെ 2 ആൺകുട്ടികളായിരുന്നു. അതെ. അപ്പം ഇത് ഇപ്പൊ എനിക്ക് 2ാമത്തത് ഇപ്പൊ ആൺകുട്ടി തന്നെയാണ്. 2 ആൺകുട്ടികൾ ഇപ്പൊ ആയി. ഇനി പെണ്ണ. അപ്പൊ അതുകൊണ്ട് ചിലപ്പം ഒന്നുകൂടെ ട്രൈ ചെയ്തേക്കാൻ പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും ട്രൈ ചെയ്യൂ. പെൺകുട്ടി തന്നെ ആയിരിക്കട്ടെ. 3ാമത്തെ പെണ്ണ് വളരെ നല്ല. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇനി ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ. എനിക്ക് ഒരു മോളേ ഉള്ളൂ. അല്ല, നമ്മള് സിനിമയുടെ വിശേഷങ്ങൾ. ഒരു മോളേ ഉള്ളൂ. ഞാൻ എല്ലാം നിർത്തി. ഞാന് കുറെ നാളിന് ശേഷം ഇപ്പൊ ഒരു മൂവി ചെയ്യുന്നു. ശ്രീബാല
ശ്രീബാലയ്ക്ക് അല്ല, മേനോൻ നേരത്തെ ഒരുപാട് സിനിമ ചെയ്യാൻ മഞ്ജു പിള്ളയെ വിളിക്കും, പക്ഷെ പോകില്ല. എനിക്ക് അങ്ങനെ സിനിമയിൽ അഭിനയിക്കണ, എനിക്ക് ആരും ദൂരെ പോകണം, വീട്ടിലാരുമില്ല. സത്യമാണ് ഞാൻ അങ്ങനെ വേണ്ടാന്ന് വെച്ച ഒരുപാട് സിനിമയുണ്ട്. വെള്ളിമൂങ്ങ അതിലൊന്നാണ്. മോള് വീട്ടില് പഠിത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് വീട്ടിൽ നിന്ന് പോകാൻ പറ്റാത്ത, ഞാൻ എറണാകുളത്ത് വന്നപ്പോൾ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. ഇപ്പോൾ ശ്രീബാല കെ മേനോൻ ഡയറക്ട് ചെയ്യുന്ന സത്യൻ സാറിന്റെ അസോസിയേറ്റ്, അതിൽ ഒരു ദിലീപേട്ടൻ നല്ല വേഷം ചെയ്യുന്നു. പിന്നെ സുജിത്ത് ഡയറക്ട് ചെയ്യുന്ന സിനിമയിലും ഒരു വേഷം. സുജിത്ത് വാസുദേവ് ഒന്ന് പരിചയപ്പെടുത്തി തരണേ ആ ക്യാമറമാൻ. എന്നും കൂടെ. അതെ. അല്ല, അത് ഇവർക്ക് മനസ്സിലായി. മുമ്പ് അഭിനയിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ മഞ്ജു പിള്ള വരുമ്പോ അത്ര മഞ്ജു സുഖമാണോ? ഇപ്പൊ ഹസ്ബൻഡ് സിനിമ ഡയറക്ട് ചെയ്യാൻ പോണ് ക്യാമറാമാൻ സുജിത്ത് വാസുദേവ്. അപ്പൊ നേരെ ചെന്നിട്ട് പിന്നെ മഞ്ജു എന്ത് കഴിച്ച എന്ത് കഴിച്ച, എങ്ങനെയെങ്കിലും നീ ഒന്ന് പറയണം പ്ലീസ്, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. ഒരു നല്ലൊരു വേഷം. ഇത് സീരിയസ് ആയിട്ടാണ്, കോമഡി എന്ന് പറഞ്ഞിട്ട് ചിരിച്ചങ്ങ് കളയരുത്, സീരിയസ്. സുരാജിനെ എനിക്ക് പരസ്യമായിട്ട് ചോദിക്കുന്നതിൽ യാതൊരുവിധ അല്ല, അത് പറയേണ്ട കാര്യമില്ല. നാഷണൽ അവാർഡ് നേടിയ ചുരുക്കം മലയാള ആർട്ടിസ്റ്റുകളിൽ ഒരാളായ സുരാജിന് ചാൻസ് ചോദിച്ച് അലയേണ്ടി വരില്ല. സുജിത്ത് തീർച്ചയായിട്ടും അവിടെ വീണ് സുരാജ് വീണു. തീർച്ചയായിട്ടും അതിൽ പറ്റിയ വേഷമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിച്ചിരിക്കും. അതൊരു സംവിധായകന്മാരും തിരക്കഥാകൃത്തും പറയണം, പറ്റിയ വേഷം ഉണ്ടെങ്കിൽ നിന്നെ വിളിക്കും. ഇതെങ്ങനെയെങ്കിലും ഒന്ന് പറ്റിച്ച് തരണം. ചേട്ടാ ഒരു മിനിറ്റ്, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. കുറച്ചു നേരം മുമ്പ് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. സുരാജേട്ടൻ ഇവിടെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ അവരെ കുറിച്ച് കഥ അടിച്ചിറക്കാനും ഇങ്ങനെ ഇൻസ്റ്റന്റ് ആയിട്ട് കോമഡി ഉണ്ടാക്കാനും കളിയാക്കാനും ഒക്കെ നല്ല മിടുക്കനാണ്. സുരാജേട്ടനെ കുറിച്ച് ഒരു കഥ കിട്ടാൻ ഇവിടെ എല്ലാവരും നോക്കിയിരിക്കുക. ചേച്ചി അല്ല, ഞങ്ങള് ഒരു ട്രിപ്പ് പോയി ദുബായ് പ്രോഗ്രാമിനാണ് ഒരു ട്രിപ്പ് പോയത്. തെറ്റിദ്ധരിക്കരുത്, നമ്മൾ ഒരു ദിവസം വൈകുന്നേരം ഒരു ട്രിപ്പ് പോയി എന്ന് പറയുമ്പോഴല്ല ട്രിപ്പ് പ്രോഗ്രാം. ഞങ്ങളൊരു പ്രോഗ്രാമിന് പോയി. ജഗദീഷ് ചേട്ടനുണ്ട്, സുരാജ് ഉണ്ട്, ഞാനുണ്ട്, കാവ്യുണ്ട്, സിംഗേഴ്സ് കുറച്ച് പേരുണ്ട്, മാമുക്കുണ്ട്. അങ്ങനെ കുറച്ച് ആൾക്കാർ ചേർന്ന് പോയി. അവിടെ ചെന്നപ്പോൾ ഞങ്ങളുടെ സ്പോൺസേഴ്സിൽ ഒരാളുടെ ഫ്രണ്ടിൻ്റെ റെസ്റ്റോറൻറ്റ്, അവിടെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നു. കൂടെ ഒരു സത്യം അത് പറയരുതേ, എനിക്കിപ്പോഴും ആ വിഷമവും ചങ്കിടിയും എനിക്കിപ്പോ അത് ഓർക്കുകയാണ് ഞാൻ. അത് പരസ്യം, അത് അവിടുത്തെ ഒരു ചാനലിൽ പരസ്യം, മലയാളി ചാനൽസ് ഉണ്ടാവില്ല, അതിൽ ഒരു പരസ്യം പോലെ 2 വാചകം പറയാ, UAE കിട്ടുന്ന ഏറ്റവും നല്ല ഭക്ഷണം ഇവിടെ നിന്നാണെന്ന് പറയാം. അതിനുവേണ്ടി ജഗദീഷ് ചേട്ടനെ വിളിച്ചു, വേറെ ആരെയൊക്കെയോ വിളിച്ചു. അപ്പൊ അവരൊന്നും പോയില്ല. സുരാജിനെ വിളിച്ചപ്പോ സുരാജിനോട് ഞാൻ പറയാൻ കാരണം എന്താണെന്നറിയാം, ജഗദീഷ് ചേട്ടൻ്റെ പറഞ്ഞു, ജഗദീഷ് ചേട്ടാ പിന്നെ മഞ്ജു പിള്ളയും എല്ലാരും പോവുകയാണ്, അപ്പൊ ജഗദീഷ് ചേട്ടൻ പോകുന്നില്ലേ? വേണ്ട സുരാജെ, കാരണം അവിടെ നമ്മളെപ്പോലുള്ള ആൾക്കാരെ അവിടെ കൊണ്ട് ഇരുത്തിയിട്ട് ഭക്ഷണവും കഴിപ്പിച്ചിട്ട് 1500 രൂപ ഫോട്ടോയും എടുത്തിട്ട് നമ്മളെ വിടുകയാണ് പതിവ്. അതുകൊണ്ട് ഞാൻ വരുന്നില്ല, ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി നല്ല ഭക്ഷണവും കഴിച്ച് റൂമിൽ വരാൻ പോകുന്നു. ഇത്രയും പറഞ്ഞപ്പോൾ ഞാനും വിചാരിച്ചു വെഞ്ഞാറമൂട്ടിൽ അസോസിയേഷൻകാർ കുറച്ച് പേര് എന്നെ വിളിച്ചു, സുരാജ് ഒന്ന് അതുവരെ വരണം. ഇത് നടക്കുന്ന എവിടെയാണ്? സലാലയില് എവിടെ? ബഹറിനിലാണ്. അപ്പൊ എന്നെ വിളിച്ചു, ഞാൻ പറഞ്ഞു ശരിയായിട്ട്. അങ്ങനെ ഞാൻ ഉണ്ണാൻ വേറൊരു സ്ഥലത്ത് പോയി. മഞ്ജു പിള്ള മാത്രമാണ് ആ ഹോട്ടലിൽ ഉണ്ണാൻ ചെന്നത് അല്ലേ? അതെ, ഊണ് കഴിക്കാൻ അതിന് മുമ്പ് നമ്മൾ പോയി. അത് കഴിഞ്ഞാണ് ഒന്നും കൂടെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നത്. ബഹറിനിലാണ്, ദുബായ് അല്ല. ഞാനിപ്പോൾ ഓർത്ത് വന്നപ്പോഴാണ്. അപ്പോൾ എന്നെ വിളിച്ചപ്പോൾ എനിക്ക് ഒരു പണിയില്ല, എനിക്ക് അവിടെ പരിചയമുള്ള ആരുമില്ല, വെഞ്ഞാറമൂട്ടിൽ അസോസിയേഷനും ഇല്ല, ആരുമില്ല, ഫ്രണ്ട്സും ഇല്ല, ആരുമില്ല. അപ്പം ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുന്നു. എനിക്ക് പിന്നെ ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പിന്നെ ബന്ധുക്കാർ പോലും ഇല്ല. ഞാൻ അവിടെ വീഴും, നല്ല ഭക്ഷണം കിട്ടുമല്ലോ എന്നപ്പോൾ പോയതാ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ചെറിയൊരു ക്യാമറയുണ്ട്. ക്യാമറയിൽ വന്നിട്ട് ക്യാഷ് തരില്ല, അവർ ക്യാഷ് തരില്ല, എന്തെങ്കിലും ഗിഫ്റ്റായിട്ട് അതിന് ഇതായിട്ട്. അപ്പം നമ്മൾ വിചാരിച്ചു എന്താ മാക്സിമം തരുന്ന എന്താണെന്ന് വിചാരിച്ചു. ഞാൻ 2 വാചകം ഈ UAE കിട്ടുന്ന ഇതാണെന്ന് പറഞ്ഞു. തിരിച്ചു പോകാൻ നേരത്ത് എനിക്കൊരു സാധനം തന്നു. ഞാൻ വണ്ടിയിൽ കയറി നോക്കുമ്പോൾ ഞെട്ടിപ്പോയി. ആ ഞെട്ടൽ ഞാൻ ആരോടും പറയില്ല, ആരോടും പറഞ്ഞില്ല. ഞാൻ ഹോട്ടലിൽ എത്തുന്നു, ഒരു പൊതി കിട്ടി, മഞ്ജു പിള്ള ഞെട്ടി. ഇത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഞാൻ ഹോട്ടലിൽ വൈകുന്നേരം അല്ല, നമ്മൾ ഏകദേശം ഒരേ ടൈമിലാണ് വന്ന് എത്തുന്നത്. ഞാൻ അവിടെ വന്ന് ഇറങ്ങി ഇത് സ്റ്റണ്ടായിട്ട് നിൽക്കുമ്പോൾ സുരാജ് ഒരു കാറിൽ കുറെ പടകളുമായിട്ട്, ഇപ്പം ഞങ്ങൾ വന്ന പോലെ കുറെ ഡാൻസേഴ്സുമായിട്ട് വന്നില്ല, അതുപോലെ കുറെ ആൾക്കാരുമായിട്ട് വന്ന് രാജകീയമായിട്ട് ഇറങ്ങി കഴിഞ്ഞിട്ട് മഞ്ജു പിള്ള ഇവിടെ നിൽക്കുകയാണ്. ഞാൻ ഓടി വന്നിട്ട് നിനക്ക് മാന്യമായിട്ട് നിനക്ക് എന്ത് കിട്ടി വെറുതെ നിന്നപ്പോൾ? ഇത് കണ്ടോ, അസോസിയേഷനിൽ ചോറുണ്ണാൻ പോയിരിക്കുന്നത്. ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ അവിടെ ചെന്നപ്പോൾ എനിക്ക് 1 പവൻ്റെ മോതിരം കിട്ടി. അങ്ങനെ ഞാൻ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഇത് തുറന്നിട്ട് ഞാൻ പറഞ്ഞു, എനിക്കും കിട്ടിയല്ലോ, ടിങ് 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 എന്ന് പറഞ്ഞു. അവ ഇങ്ങനെ നോക്കിയിട്ട് ഇത് വാങ്ങിച്ചത് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. പിന്നെ ഇങ്ങനെ വീഴുന്ന കണ്ട, കാരണം 8 പവൻ്റെ ഒരു സ്വർണ്ണ ബിസ്ക്കറ്റാണ് എനിക്ക് കിട്ടി. വെറുതെ ചോറുണ്ണാൻ പോയപ്പോൾ 8 പവൻ്റെ സ്വർണ്ണ ബിസ്ക്കറ്റ് ഇട്ട് ഞാൻ ബോധം കെട്ടു. അന്ന്
അല്ല അന്ന് വീണ തലയിൽ കിളി സുരാജ് പോയി നടക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ ചെന്ന് തട്ടി വിളിച്ചപ്പോഴാണ് എണീക്കുന്നത്. അന്ന് ബോധം പോയതാ. ആർക്കായാലും ബോധം പോകില്ലേ, നമുക്ക് വച്ച് നീട്ടിയതാണ്, വേണ്ടാന്ന് പറഞ്ഞ് പോയതാ. ജഗദീഷ് ഏട്ടൻ ജഗദീഷ് ഏട്ടൻ അന്ന് നടക്കാൻ തുടങ്ങിയത്. അയ്യോ അയ്യോ അയ്യോ. ജഗദീഷ് ചേട്ടന് 8 പോകാൻ കണ്ട് ഞെട്ടിപ്പോയി. പിന്നെ ഒന്നും പറയാനില്ല. ചേട്ടാ ഭക്ഷണം കഴിക്കാം, ഭക്ഷണം കഴിക്കാം, 8 പോകാൻ കിട്ടുമോ? ഞാൻ പിന്നെ വരാം. ഇങ്ങനെ ഒരു നടത്തിയായപ്പോൾ ആർക്കായാലും റിലേ പോകും. ഇത്രയും നേരം നമ്മൾ കേരളത്തിലെ ഭാഷാ ശൈലികളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ കോഴിക്കോട് ഭാഷ സംസാരിക്കുന്ന നമ്മുടെ സുധീഷ് ചേട്ടനെത്തി. ഞാൻ കോഴിക്കോട് ഭാഷ എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ സ്ഥിരം കോഴിക്കോട് ഭാഷ സംസാരിക്കാറില്ല. കാരണം നമ്മൾ ചെറുപ്പത്തിലെ പല സ്ഥലങ്ങളിൽ ലൊക്കേഷനിലൊക്കെ പോയതുകൊണ്ട് പല രീതിയിലുള്ള അല്ല സിനിമാക്കാർക്ക് അല്ലെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ട് തെണ്ടികളാണെന്ന്. കാരണം എന്താ വെച്ചാൽ അവർക്ക് അങ്ങനല്ല, ഭാഷയില്ല. അങ്ങനെ അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ. സിനിമാക്കാർ ഒരിക്കലും എൻ്റെ ദൈവം അങ്ങനെയല്ല, സിനിമാക്കാർക്ക് ഭാഷയില്ല. അവര് ഈ ഊരുതണ്ടികളില്ല, എല്ലാ സ്ഥലത്ത് പോയാലും അവരെല്ലാം ഇതുപോലെ ജീവിക്കുന്നത്. അതാണ് ഞാൻ വല്ലവരുടെയും ഭാഷ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. ചേച്ചി ആദ്യം ഊര് ചേർക്കാൻ വിട്ടുപോയതാ പറ്റിയത്. ഇനി കോഴിക്കോട് എന്തുണ്ട് വിശേഷങ്ങൾ? കോഴിക്കോട് കോഴിക്കോട് എന്ന് പറയുമ്പോ കൊല്ലത്തുണ്ട്. കോഴിക്കോട് കൊല്ലത്തോ? അങ്ങനെയാണെങ്കിൽ കൊല്ലം കോഴിക്കോടും ഉണ്ട്. കൊല്ലം കോഴിക്കോട് അല്ല, എനിക്ക് മനസ്സിലായില്ല എന്താണ് സുരാജേ. ഈ കോഴിക്കോട് എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ കൊല്ലത്തിനടുത്ത് കരുനാപ്പള്ളി ഇല്ലേ, അവിടെ കോഴിക്കോട് എന്നൊരു സ്ഥലമുണ്ട്. എന്റെ ദൈവമേ, എന്റെ ആദ്യത്തെ ഒരു പുതിയ അറിവാണ്. അടുത്തൊരു അറിവ് കൂടെ കേട്ടോ. ഈ കൊല്ലം എന്ന് പറയുന്ന സ്ഥലം കോഴിക്കോട് അടുത്ത് കൊയിലാണ്ടിയിലാണ്. ഈ കൊല്ലം ഷാഫി എന്ന് കേട്ടിട്ടില്ലേ? അത് നമ്മുടെ തിരുവനന്തപുരം ഏത് കൊല്ലാണെന്നാ വിചാരിച്ചത്? തിരുവനന്തപുരം കൊല്ലം അല്ല, നമ്മുടെ കോഴിക്കോട് കൊയിലാണ്ടി കൊല്ലം. കൊല്ലം ഷാഫി അറിവ് തന്നെയാണ്. ഈ പേരുകൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും ചില പേരുകൾ കേൾക്കുമ്പോൾ. അതായത് നാദർ ഷക്ക അറിയാലോ, പാരഡി പാട്ടിന്റെ ഉസ്താദ്. നാദർ ഷക്ക താമസിക്കുന്ന സ്ഥലം എവിടെയാണെന്നറിയോ? പാതാളം. പാതാളം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. തിരുക്കാൻ പറഞ്ഞല്ല, പാതാളം. ആലുവയിലെ അടുത്താണ്. പുള്ളി ഇടയ്ക്കിടയ്ക്ക് ദേ മാവേലി കൊമ്പത്തെന്ന് പറഞ്ഞോണ്ട് വരുന്നത്. അതാണ് പാതാളത്തിലും കണ്ടിട്ട് ചവിട്ടിന്ന് തോന്നുന്നത്. അതാണ് ഇടയ്ക്കിടയ്ക്ക് ദേ മാവേലി കൊമ്പത്ത് പടമൊക്കെ വരുന്നത്. അങ്ങനെയാണ് ഇടുക്കിയില് കൈലാസം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അങ്ങനെയാണെങ്കിൽ കോട്ടയത്ത് ദേവലോകം ഉണ്ട്. ഇത് എന്തൊക്കെ പേരാ! ഒറ്റപ്പാലത്തുണ്ട് ദേവലോകം ബാർ. ബാറുകള് എല്ലാം പൂട്ടിയിരിക്കുകയാണ്. രാത്രി 10 മണിയാകുമ്പോൾ എല്ലാ ബാറും പൂട്ടും. ഇനി പൂട്ടിയ ബാർ ഇനി തുറപ്പിക്കരുത്. പിന്നെ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്ക ജനിച്ചത് ചെമ്പിലാണ്. പുള്ളി ജനിച്ചത് ചെമ്പിലാണെങ്കിൽ മലയാള സിനിമയുടെ പൊൻ കിരീടമല്ലേ? യെസ്. പിന്നെ ഈ മംഗൾയാൻ ഇപ്പൊ അടുത്ത് ചൊവ്വയിലേക്ക് അയച്ചല്ലോ. ഞങ്ങൾ കോഴിക്കോട്ടുകാർക്ക് ചൊവ്വയിലേക്ക് പെട്ടെന്ന് എത്താം. അതെങ്ങനെ? കണ്ണൂർ ഒരു ചൊവ്വയുണ്ട്, അതന്നെ കാര്യം. കണ്ണൂർ ചെവല്. ഈ ഭാഷ ചേട്ടന് വേറെ ഏതെങ്കിലും ഒക്കെ സ്ലാങ് അറിയാം? അല്ല, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സുരാജ് ഒരുപാട് സ്ലാങ്ങുകൾ പറഞ്ഞു. പിന്നെ തിരുവനന്തപുരം, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോടൊക്കെ പറയാറുണ്ടല്ലോ. പക്ഷേ കോഴിക്കോട് നിന്ന് അങ്ങോട്ടേക്ക് വടക്ക് ഭാഗങ്ങളിലേക്കുള്ള ഭാഷകൾ അധികം നമ്മൾ സിനിമകളിൽ കണ്ടിട്ടില്ല. ഇപ്പൊ നമ്മൾ കോഴിക്കോട്ടുകാരായതുകൊണ്ട് ഇടയ്ക്ക് വടക്ക് ഭാഗത്തൊക്കെ പോകുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള ചില ഭാഷകൾ കേൾക്കാറുണ്ട്. മറ്റൊന്നുമല്ല, ഞാൻ പറയാം. ഇതെന്തിന്നാ ഇത് നീ വെറുതെ പറഞ്ഞുണ്ടാക്കറേ, ഞാളങ്ങ് പോവും, നീ കേട്ടിക്കാ, എനക്കറിയാലേ. ഇത് എവിടുത്തെ ഇത് വടക്ക് കണ്ണൂർ, അതിന്റെ കുറച്ച് കണ്ണൂര്. നമ്മുടെ സൈനോര എങ്ങനെയാ സംസാരിക്കുന്നത്? സൈനോര ഓർമ്മല്ലേ? അപ്പൊ ഈ കണ്ണൂരാണോ എല്ലാരും പറയുന്നത്? നീ കുളുത്തു കുടിച്ചിനാ? ഞാൻ പറങ്കി ചുട്ട് കുളുത്തു കുടിച്ചിനി. കുളുത്തെന്ന് പറഞ്ഞാൽ നമ്മളെ പഴങ്കഞ്ഞി. അത് ശരി. അതുകൊണ്ട് ഞാൻ അത്ര അങ്ങോട്ട് പോയിട്ടില്ല. നമ്മൾ പോകുമ്പോ മാക്സിമം പോവുക, പിന്നെ പോയിട്ട് വരരുത്. പിന്നെ വേറെ സ്ഥലത്ത് ഇതുപോലെ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അറിയാവുന്ന മറ്റൊരു കാര്യം, ബസ്സിലെ കിളി ഒരു തവണ പറയുന്ന കേട്ടത് ഞാൻ ഞെട്ടിപ്പോയിട്ട്. എന്താ എനിക്ക് മനസ്സിലായി. ഏതാ സ്ഥലം? അതും ഈ വടക്ക് കണ്ണൂർ ആ ഭാഗത്തുള്ള സ്ഥലം. ബസ്സിൽ കിളി പറയാം, ഒരാളോട് പറയാ ബൂം ബൂം ബാം ബാം കീങ്കി, ബൂം ബൂം ബാം ബാം കീങ്കി. അതായത് ബൂം ബൂം വീഴും വീഴും എന്നാണ് ഉദ്ദേശിച്ചത്. വീഴും വീഴും പറയല്ലോ. ബാം ബാം വേഗം വേഗം പെട്ടെന്ന് വേഗം വേഗം. കീ 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 എന്ന് പറഞ്ഞാൽ ഇറങ്ങാൻ, പടി ഇറങ്ങാനാ പറയുന്നത് കീ കീ. എന്തെല്ലാം ഭാഷകൾ! അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ട് ചിരിക്കാൻ പറ്റിയ ഒരു സംഭവമാണ്. ഇപ്പോൾ കണ്ണൂർ പറഞ്ഞു, ഇനി തൊട്ടപ്പുറത്ത് കർണാടക. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ ഹോഗത്തു എന്ന് പറഞ്ഞാൽ കന്നഡയിൽ ഹോഗത്തു എന്ന് പറഞ്ഞാൽ പോകുമോ എന്നാണ് അർത്ഥം. അപ്പോൾ ഒരു മലയാളി അവിടെ ചെന്ന് ബോസിനോടൊക്കെ ഇങ്ങനെ സംസാരിച്ചു. വേറൊന്നുമല്ല, മടിവാള എന്ന് പറയുന്ന സ്ഥലത്ത് പോകണം, എങ്ങനെ ചോദിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ മലയാളി ആദ്യമായിട്ട് പോവാണ്. മലയാളി ആദ്യമായിട്ട് മടിവാളയിലേക്ക് പോവാണ്. അപ്പോൾ പുള്ളിയുടെ ബോസ് കന്നഡ അറിയാമെന്നുള്ള ആൾ പറഞ്ഞു, മടിവാള ഹോഗത്തു ഇങ്ങനെ ചോദിച്ചാൽ മതി, കറക്റ്റ് പോകുമെങ്കിൽ പോകുമെന്ന് പറയും. അങ്ങനെ ഇതെല്ലാം കാണാതെ പഠിച്ച് ഈ മലയാളി നേരെ ബസ് സ്റ്റാൻഡിലെത്തി. ഏകദേശം കർണാടക പരിസരത്തുള്ള ഒരു ബസ് സ്റ്റാൻഡിലെത്തിയിട്ട് അവിടെ ചെന്നപ്പോഴത്തേനും ഈ മടിവാള ഹോഗത്തു എന്ന് പറയേണ്ടത് മറന്നുപോയി.
എന്താ ഞാനിത് പറയേണ്ടത്? അപ്പൊ ഹോകത്തു എന്ന് പറയുന്ന വാക്ക് മറന്നുപോയി. തൊട്ടടുത്ത് ഈ ബസ്സിൽ തന്നെ ഒരാൾ ഇരിക്കുകയാണ്. അപ്പൊ കണ്ടക്ടർ അറിയാതെ തന്നെ ബസ് തൊട്ടടുത്തിരിക്കുന്ന ആളോട്, അതെ ചേട്ടാ ഈ ബസ് മടിവാള ഹോകുമോ? മറന്നു, മടിവാള ഹോകുമോ? അതായത് നമ്മുടെ മംഗ്ലീഷൊക്കെ സംസാരിക്കുന്ന രീതിയിൽ മലയാളം കൂടെ കലർത്തി ചോദിച്ചു, ചേട്ടാ ഈ ബസ് മടിവാള ഹോകുമോ? ഉടനെ അവിടെ ഇരുന്ന ആള്, ഹോകുമായിരിക്കും. ഉടനെ തൊട്ട് ബാക്കിൽ നിന്ന് വേറൊരാള്, ഹോകിയാ മതിയായിരുന്നു. അപ്പോ നമുക്ക് കുറച്ചു നേരം അങ്ങോട്ട് പോകാം. ഓക്കെ. ഒന്ന് വീണെങ്കിൽ ഇന്ന് നോക്കിയേ നിങ്ങളൊന്ന്. ഭയങ്കര സെറ്റപ്പ് തന്നെ. ഭയങ്കര സെറ്റപ്പ്. ഇത് എന്തോ ഇത് കൊട്ടാരമോ ഇത്? സത്യം പറഞ്ഞാൽ ഞാൻ വിശ്വസിച്ചില്ല കേട്ടോ. എന്തോ സംഭവം ഉണ്ട്. എൻഡോസൾഫാൻ എൻഡോസൾഫാൻ അല്ല, എവിടുന്നോ കാശ് വന്ന് ചാടിയിട്ടുണ്ട്. സ്പോർട്സ്മാനാണ്. അതല്ലെന്ന്, ഇച്ചിരി പൈസ എവിടുന്നോ കിട്ടിയിട്ടുണ്ട്. അല്ല പിന്നെ ഇത്രയും വലിയ സെറ്റപ്പിൽ റിഹേഴ്സൽ ക്യാമ്പ് ഇടത്തില്ല. ആ അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞേ. സെറ്റപ്പ് തന്നെ. ഇത് അങ്ങോട്ട് കഴിച്ചിട്ട് അതെന്തോ ലഡു വിതരണം ചെയ്യാതെന്തോ നിയമസഭ കളി. കഴി അങ്ങോട്ട് കഴി സംഭവം പറയാം. കഴി. അതെ, വൃത്തിയിടാക്കരുത്. ഇതെന്താ പരിപാടി? ലഡു കഴി. ലഡു ഒന്നും വേണ്ട. ലഡു കഴി. ആ ദേഷ്യം അങ്ങ് മാറട്ടെ. ലഡു കഴി. ഓക്കെ. എന്താ പരിപാടി ഇവിടെ? എന്റെ മോൻ SSLCക്ക് എല്ലാത്തിനും A+. അതിനാണ് ഈ ലഡു. അതിനാണ് ലഡു. മോൻ SSLCക്ക് A+ കിട്ടിയ വലിയ ഇതൊന്നും അല്ല. കാരണം ഇപ്പൊ എല്ലാ കുട്ടികൾക്കും A+ തന്നെയാണ് കിട്ടിയത്. അയ്യോ, ഇത് അങ്ങനല്ല. പിന്നെ അവൻ 2 പരീക്ഷ എഴുതാൻ പോയിട്ടില്ല. ടൈഫോയിഡ് പിടിച്ച് വീട്ടിൽ കിടക്കുമായിരുന്നു. അവനും കിട്ടി A+. അങ്ങനെ. അതെനിക്ക് ഇഷ്ടമായി. അപ്പൊ അതിന് ഞാൻ ലഡു വിതരണം ചെയ്യണ്ടായോ? അത് തീർച്ചയായിട്ടും ചെയ്യണം. ഇപ്പൊ ഇവിടെ എന്താ പരിപാടി? അല്ല സുരാൻ, ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞങ്ങൾക്ക് നാടകത്തിന്റെ റിഹേഴ്സൽ ചെയ്യാൻ വേണ്ടിയാ സ്ഥലം വേണമെന്ന് പറഞ്ഞില്ലായിരുന്നു. അതെ. അതിന് സെറ്റ് ഞങ്ങൾക്ക് കുറച്ച് തരാന്ന് പറഞ്ഞിരുന്നല്ലോ. സെറ്റ് തരാന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് ആ ക്യാഷ് ഇതുവരെ അഡ്വാൻസ് ആയിട്ട് ക്യാഷ് കിട്ടിയിട്ടില്ല. ഞങ്ങളുടെ മുതലാളി തരും. മുതലാളി തരും. നിങ്ങളുടെ മുതലാളി ആരാ? മുതലാളി നമ്മുടെ ഫാസി സാർ. ഫാസി അതാരാ? സർവശ്രീ അങ്ങനെ പറയരുത്. പുള്ളിക്കാരൻ അങ്ങനെ വിളിക്കുന്ന ഇഷ്ടമല്ലേ വെറും ഫാസി സർവശ്രീ പുതുപ്പള്ളി ഫാസി അങ്ങനെ അങ്ങനെ വിളിക്കോ? ഇപ്പൊ ആളെവിടെ? 20 വർഷമായിട്ട് ഞങ്ങൾ പുറത്തുനിന്നാണ് നാടകം എടുക്കുന്നത്. പക്ഷെ പാട്ട് പുള്ളി ആരെ കൊണ്ട് ചിട്ടപ്പെടുത്തത്തില്ല. പുള്ളി തന്നെയാണ് ചുറ്റിപ്പെടുത്തുന്നത്. അത്രയും വലിയ കലാകാരൻ. ശരി, നാളെ വരാൻ പറയും. നാളെ അല്ല, ഇപ്പൊ വരും. ഇപ്പൊ വരും. നാളത്തെ പാട്ട് കമ്പോസ് ചെയ്തോണ്ടിരിക്കും. ഇപ്പൊ ദോ വരുന്നു മുതലാളി. എത്തി. ഒറ്റയ്ക്കു പാടുന്ന പൂങ്കുയിലേ നിന്റെ പട്ടുപോലുള്ള ഈ പാട്ടിനുള്ളിൽ എന്തിത്ര സങ്കടം ചൊല്ലാമോ? തേനൂറും കനിയേറെ വെള്ളാരം കുന്നിലെ പൊന്മണി മേടയിൽ സ്വസ്ഥമായി വാഴുന്ന ദേവേശ, സ്വസ്ഥമായി വാഴുന്ന ദേവേശ, ദേവേശ. Come on everybody, ദേവേശ. സാർ മനോഹരമായിട്ട് പാടി. ഈ പക്കാലയൊക്കെ അടിക്കോ? പക്കാല അടിക്കൂന്ന് എന്നാ വേണേലും അടിക്കാം, പക്ഷെ സോഡ വേണം. ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനത്തെ പക്കാല. ഏത് പക്കാല? ആ ക്ലാസിക്കലാ, നന്നായിട്ട് പാടുന്നുണ്ടല്ലോ. അതെ. പിന്നെന്തിനാ ഞാൻ പാടുന്നത്? ഞാൻ ഒന്ന് ട്രൈ ചെയ്തതാണ്. ഓക്കെ. അപ്പൊ ഇതിന്റെ വാടക ക്യാഷ് എനിക്ക് കിട്ടണം. പുതുപ്പള്ളി ഭാസിയാർക്കും പൈസ കൊടുക്കാറില്ല. പക്ഷെ ഞാൻ വാങ്ങും. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ നാടകത്തിൽ ഒരു ചാൻസ് തരാം. എനിക്ക് ചാൻസ് വേണ്ടത് സിനിമയിൽ അത്യാവശ്യം ചാൻസ് ഉണ്ട്. സിനിമയോ? സിനിമയും നാടകം തമ്മിൽ ഒരുപാട് വ്യത്യാസമല്ലേ? എന്താണ് വ്യത്യാസം? വ്യത്യാസം എന്താണ്? സിനിമ ഒന്ന് പൊളിഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീനിലെ കല്ലേറ് കൊള്ളൂ. നാടകം അതല്ല, സ്റ്റേജിൽ നിന്ന് നെഞ്ചത്തും മുഖത്തും ഒക്കെ കൊള്ളേണ്ടി വരും. അറിയാമോ? അല്ല, ഈ നെഞ്ചത്ത് മുഖത്തൊക്കെ ഒരുപാട് കിട്ടിയെന്ന് പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ?
മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ്. ഒന്ന് പറയും. ഒരുപാട് അനുഭവങ്ങളുണ്ട്, പക്ഷെ എല്ലാം ഞാൻ മറന്നുപോയി. എങ്കിലും എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മുതുകുളത്ത് സ്റ്റേജിൽ വെച്ചാന്ന് തോന്നുന്നു. സ്റ്റേജോ? അത് അങ്ങനല്ല, മുതുകുളം സ്ഥലമാണ് ഉദ്ദേശിച്ചത്. മുതുകുളത്ത് ഒരു സ്റ്റേജിൽ വെച്ച് ഞാൻ നാടകമൊക്കെ കഴിഞ്ഞ ഗ്രീൻ റൂമിൽ വന്ന് ഇങ്ങനെ വെട്ടി വീർത്ത് നിൽക്കുമ്പോ. വെട്ടി വീർത്തൊക്കെ എന്താ വല്ല മറ്റേ തെങ്ങിനെങ്ങാനും തടം എടുക്കുകയായിരുന്നു? വെട്ടി വീർക്കാൻ അഭിനയിക്കാനല്ലേ പോയത്? അതല്ലെന്ന്, ചൂട് കാരണം വെട്ടി വീർത്ത് നിൽക്കുകയാണ്. പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഗ്രീൻ റൂമിൽ ഇങ്ങനെ നിൽക്കുകയാണ്. സൈൻ ചെയ്ത് ധവള വേലുത്തുമ്പി ധവള ചെയ്തിട്ട് നിൽക്കുകയാണ്. വേലുത്തുമ്പി ധളവ അങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു കമ്മറ്റിക്കാരൻ വന്ന് ചോദിച്ചു, ആരടാ ഈ ഭാസി എന്ന്. ഞാൻ പറഞ്ഞു, സർവശ്രീ പുതുപ്പള്ളി ഭാസി ഞാനാടാന്ന്. പറഞ്ഞു തീരുവേ ഒരു വെട്ടുകല്ലെടുത്ത് എന്റെ കവാലക്കുറ്റിക്കൊരൊറ്റ അടി. വായിക്കാത്ത കിടുകിടുകിടുകിടാന്ന് ഒരു ശബ്ദം കേട്ട് അതെന്താണെന്നറിയാൻ വേണ്ടി ഞാൻ ഈ കൈവെള്ളയിലോട്ടൊന്ന് തുപ്പി. വായിക്കാതിരുന്ന പല്ല് മൊത്തം കൈവെള്ളയിൽ. സത്യത്തിൽ എത്ര പല്ല് പോയെന്ന് ഒന്ന് എണ്ണി നോക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ എണ്ണി നോക്കിക്കൊണ്ടിരിക്കുമ്പം വേറൊരു കമ്മറ്റിക്കാരൻ വന്ന് പറയോ, നാടകവും പൊളിച്ചിട്ട് നിന്ന് പോപ്കോൺ തിന്നുവാണോടാ എന്നും പറഞ്ഞ് എന്റെ ഇടത് കർണക്കുറ്റിക്ക് അടിത്തടാ. പാവമാണല്ലോ ഈ കക്ഷിയുടെ കാര്യം. ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളാണ്. പിന്നെ നാടകത്തിൽ അഭിനയിക്കണ്ടേ? അല്ല, നാടകത്തില് അഭിനയിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മള് ഡയലോഗ് ഒന്നും തെറ്റാതെ തന്നെ പറയണം. തെറ്റാതെ പറയണം. ഈ ഡയലോഗ്, നാടകത്തിലെ ഡയലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരസ്ഫുടത വേണം. തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ ഒന്ന് ട്രൈ ചെയ്യാം. അക്ഷരസ്ഫുടത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞപ്പോഴും എന്റെ പോയി. അക്ഷരസ്ഫുടത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്കിടയിലേക്ക്, പ്രേക്ഷകർക്കിടയിലേക്ക് അക്ഷരങ്ങൾ എറിഞ്ഞിട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ അവർ ഇങ്ങോട്ട് എറിഞ്ഞോളും നെഞ്ചത്ത് ചെരിപ്പൂരി. അപ്പോഴേ റെഡിയാണല്ലോ? റെഡിയാണ് സാർ. ഞാൻ ഒന്ന് ട്രൈ ചെയ്യാം. നാടകത്തിൽ വളരെ ചെറുതിലേക്ക് അഭിനയിച്ചിട്ടേ ഉള്ളൂ. സിനിമാക്കാരനല്ലേ പറഞ്ഞത്, ഒന്ന് വിയർക്കട്ടെ. ആ കട്ടിക്കുള്ള ഡയലോഗ് ഒന്ന് പറഞ്ഞു. ചെറിയ സംഭവം ശ്രദ്ധിച്ചോളൂ. ഏകപട ത്രിപട ത്രിതി പഞ്ചപട ടട്ട ഡാടഗുണം ഡഗുണം ഡിഗുണം ബ്ലൂ. അത്രയും കാര്യം. ഇതെന്താ ഡയലോഗ്? ഇങ്ങനെയൊന്നും അല്ലല്ലോ. അത് ഇങ്ങനെയാണത്. ഒന്നുകൂടെ പറഞ്ഞു സാറേ. ഏകപട ത്രിപട ത്രിതി പഞ്ചപട ടട്ട ഡാടഗുണം ഡഗുണം ഡിഗുണം ബ്ലൂ ബ്ലൂ. ഓക്കെ. അല്ല, അതല്ല, അത് മൊത്തം പറയണം. ഞാൻ പറയണോ? ഏകപട ത്രിപട പറഞ്ഞോ. ഏകപട ത്രിപട പട. അതല്ല, ഡാ 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 ഏകപട ഡാ ഡാ ഏകപട ഡാ 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 പോടാ. എന്താടാ? അല്ല, ഡാ. ഞാനെടാ എടാ, ഇതിനകത്ത് ഡാ. നീ കൊറേ നേരമായി ഡാ പോടാ. അതല്ല, ഡയലോഗ് പറഞ്ഞാൽ ഞാൻ ചെപ്പടിച്ച് ഡാ പോടാ. ഇത് റിഹേഴ്സലിന് വന്നാലും ഡാ പോടാന്ന് കുറെ നേരം ഉണ്ട് എന്നെ കയറി വിളിക്കുന്നത്. അങ്ങനെയൊന്നും വേണ്ട. മര്യാദ കാശ് തന്നാൽ നിങ്ങൾക്ക് ഇവിടെ പരിപാടി എടുക്കാം. നാടകത്തിൽ പോകുന്നിടത്തും തല്ലേ, റിഹേഴ്സലിനും തല്ലേ. ഇത് എന്തൊരു ലോകമാണ് ഇത്. പൈസ തരാം കേട്ടോ. തരും. ഞങ്ങളിതൊന്ന് തരണം. ഞാൻ പുറത്തേക്കും. പെട്ടെന്ന് കാശും കൊണ്ട് അങ്ങോട്ട് തരും. നല്ല കാര്യമുണ്ടോന്ന് ചോദിക്കുക. എന്തോടാ ഡയലോഗ് പറഞ്ഞു കൊടുത്ത്? ഏകപട ത്രിപട ത്രിതി പഞ്ചപട ടട്ട ഡാടഗുണം ഡം. അത് എന്നുകൊണ്ട് നിർത്തിക്കോണം. ആരോടും പറയരുത്. എനിക്ക് അടി മേടിച്ച് കൂട്ടാൻ മതി കേട്ടോ. കേട്ടോ, ഞാൻ വന്നേ എല്ലാവരും. നമ്മൾ എന്തിനാ ഇവിടെ വന്നെന്നറിയാമോ? ഇത് കണ്ടോ, പൈസ കൊടുക്കണം എണ്ണി. അപ്പൊ ഇവിടെ പുതിയ നാടകത്തിന്റെ റിഹേഴ്സൽ തുടങ്ങാൻ വന്നതാ. പുതിയ നാടകമായ സ്ഥിതിക്ക് സമിതിക്ക് പുതിയൊരു ഫ്രണ്ട് ഘട്ടം വേണം. അത് വേണം, അത്യാവശ്യമാണ്. എന്തിന്? കഴിഞ്ഞ സീസണിൽ 10-7 കൊണ്ട് കത്തിച്ച് കളഞ്ഞല്ലേ കമ്മിറ്റിക്കാരെ കൊണ്ട്. നാടകം അത്രയ്ക്ക് നല്ലതായിരുന്നു, നല്ല കളിയായിരുന്നല്ലോ എല്ലാവരും കൂടെ. ഇനി പുതിയ കർട്ടൻ വെച്ചിട്ട് ഇനി അതും കൊണ്ട് കത്തിപ്പിക്കാനാണോ? അതല്ല, ഇത് കർട്ടൻ വേണം, കർട്ടൻ വേണം, കർട്ടൻ വേണം. ഒരു പുതിയ ഘട്ടം വേണം. അത് കുഞ്ഞെ, എന്തിനാണ് പുതിയ കർട്ടൻ? കർട്ടന് മാക്സിമം എന്ത് ചെയ്യാൻ പറ്റും? പൊങ്ങാനും താഴാനും. കളിക്കണമെങ്കിൽ നമ്മൾ തന്നെ വേണ്ടേ? അതുകൊണ്ട് കർട്ടൻ വേണ്ട. അല്ല, കർട്ടൻ വേണ്ട. ആശാനല്ല, ഈ സീൻ മാറണ്ടേ? അതിന് ലൈറ്റ് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. കർട്ടൻ ഒന്നും വേണ്ട. ഇവിടെ കത്താതെ കിടക്കുക, ഓഫ് ചെയ്യുന്നത്. എന്നാ കർട്ടൻ വേണ്ട, പുതിയൊരു ബോർഡ് വേണം. വണ്ടിയുടെ മേളിൽ കെട്ടി വെച്ചോണ്ട് ഒരു ബോർഡ് വേണം. അത് അത്യാവശ്യം. ബോർഡ് ബോർഡ് ഉള്ള ബോർഡ് തുണിയിട്ട് മറച്ചോണ്ടാ പോകുന്നത്. ഇനി എന്തിനാ പുതിയ ബോർഡ്? നീ വേണേ കുറച്ച് തുണി മേടിച്ചു വെച്ചു. എന്തിനാ? നാടകം കഴിയുമ്പോ തലവഴി ഇട്ടോണ്ട് വരാം. അവിടെ ബോർഡ് വെച്ചത്. ആശാനെ, ഇപ്പൊ ബോർഡൊന്നും ആരും വെക്കത്തില്ല. ഇപ്പൊ എല്ലാ ട്രൂപ്പും ബോർഡ് മാറ്റി. ഇപ്പൊ നമ്മുടെ പടത്തിൽ, നമ്മുടെ പോസ്റ്ററിനകത്ത് വരുന്ന പടമൊക്കെ ഇല്ലേ, നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന പടമൊക്കെ വരത്തില്ലേ, ആ പടവും നമ്മുടെ ഈ നാടകത്തിന്റെ പേരും എല്ലാം കൂടെ വെച്ച് പ്ലച്ചടിക്കും. അടുത്ത പ്ലച്ചും കൊണ്ടുവന്നു. എന്തോ അടിക്കും? പ്ലച്ചടിക്കും. യവനെ ഇവിടുന്ന് പറഞ്ഞു വിടാവോ? പ്ലച്ച് കണ്ടിട്ട് ഇവിടുന്ന് പറഞ്ഞു വിട്ടേക്കാവുന്നു. 2 വർഷം അടുപ്പിച്ച് അവാർഡ് കിട്ടിയ ആളാ. മലയാള ഭാഷയുടെ പീതാമഹോ. ഒന്ന് അടങ്ങിയിരിക്കാവോ? ഫ്ലെക്സ് അല്ല, ഫ്ലെക്സ്. ഫ്ലെക്സ് അല്ല, എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക, എന്തിനാടാ ഈ ഫ്ലെക്സ് വെക്കുന്നത്? ആശാനെ, ഫ്ലെക്സ് വെക്കുമ്പോ ആശാന്റെ വലിയ ചിരിച്ചോണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ, അതിന്റെ താഴെ ഫുൾ അഡ്രസ്, പിൻകോഡ്, ഫോൺ നമ്പർ പോരെ. അയ്യോ,
എന്നിട്ട് വേണം ആൾക്കാർ എന്റെ അഡ്രസ്സും തപ്പി പിടിച്ച് വീട്ടിൽ വണ്ടിയും വിളിച്ചോണ്ട് വന്ന് എന്നെ അടിക്കാൻ. ഇവിടെ ഇങ്ങനെ കണ്ടവന്റെ ഒക്കെ അടി കൊള്ളാൻ ഞാൻ എന്തുവാ സാക്കിർ ഹുസൈന്റെ തബലയോ? എന്റെ പൊന്നു കോടതികളെ ഇതൊന്നും വേണ്ട കേട്ടോ. ഞാൻ ഒരു കാര്യം പറയാം. ഞങ്ങൾ നേരം വെളുത്ത് ഉറക്കം ഒഴിഞ്ഞ് വന്നേക്കുക. ഈ നാടക റിഹേഴ്സലുണ്ട്. സ്ക്രിപ്റ്റ് എവിടെ, സാധനം എവിടെ, നമുക്ക് അഭിനയിക്കണ്ടേ? കഥ കൊണ്ടുപോവാ. പുതിയ കഥ, പുതിയ കഥാകൃത്ത് എല്ലാം ഞാൻ പറഞ്ഞ് ഏർപ്പാട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ല സാർ കഥ കേട്ടായിരുന്നു ഇത്? കഥ ഞാൻ പുള്ളി ഇങ്ങോട്ട് വരാതെ എങ്ങനെ കഥ കേൾക്കുന്നത്? അതാ ഞാൻ ചോദിക്കുന്നത്. ഇത് പണി ഇപ്പൊ 12 മണി ആവാൻ പോകുന്നു. രാഹുകാലത്തിന് മുമ്പ് പുള്ളി എത്തുമെന്നാണ് പറഞ്ഞത്. പുള്ളി എത്തിക്കോളും. നമസ്കാരം. ഇതിന്റെ താടിയിൽ തൂക്കണം കുരുവിയുടെ കൂടോ? അതല്ല, ഇത് കുരുക്ക് കാഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. ആഹാ, തോളിലെന്താ ഇത്? ഇത് തോൾസഞ്ചി. ഇത് തോൾസഞ്ചി അല്ല, ഇത് തോൽവി സഞ്ചിയാണ്. ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുള്ള ഏതെങ്കിലും കഥയെങ്കിലും വിജയിച്ചിട്ടുണ്ടോ? അതാ പറഞ്ഞു ഇത് തോൽവി സഞ്ചിയാണ്. എന്നെ മനസ്സിലായില്ലേ? എന്ത്? ഞാനാണ് തൂലികത്തുമ്പിൽ തുളസീധരൻ. അത് പിന്നെ എനിക്കറിയത്തില്ല, ഞാനല്ലേ അഡ്വാൻസ് തന്നത്. നമ്മുടെ ബാസി. ബാസി അല്ല, സർവശ്രീ പുതുപ്പള്ളി ബാസി, അങ്ങനെ വേണം വിളിക്കാൻ. പുതുപ്പള്ളി ബാസി. കഥയൊക്കെ റെഡിയല്ലേ? എല്ലാം റെഡിയാണ്. ഓക്കെ, കേൾക്കാം. കഥാകൃത്ത് സാർ ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ. അയ്യോ, വേണ്ട. പിന്നെ കഴിഞ്ഞ വർഷം ഞാനാണ് ഇതെല്ലാം ലീഡ് ചെയ്ത് കളിച്ച് കൈയടി വാങ്ങിയത്. അപ്പൊ എനിക്ക് നല്ലൊരു വേഷം വേണം. വേണം. ഇതെന്നാ കുഴപ്പം? കുഴപ്പമില്ലോ. നല്ല ഒന്നാന്തര ഷൂ ആമക്കുഞ്ഞു പോലെ ഇരിക്കണേ. അതല്ല, നല്ലൊരു കഥാപാത്രം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അത് തരാം, അത് തരാം. പിന്നെ ഞാന് കഴിഞ്ഞ വർഷം അവാർഡ് കിട്ടിയ ആളാണ്. നീയോ? ഈ വർഷം സ്റ്റേജിലോട്ടൊന്ന് കയറ്റി വെക്കണം. എന്നാ നടു കളന്ന് നടക്കാണ് കയറ്റി വെക്കാൻ? അല്ല, എന്റെ കഥാപാത്രത്തെ ഒന്ന് കയറ്റി വെക്കണം. ഓ, അത് കയറ്റി വെക്കാം, കയറ്റി വെക്കാം, കയറ്റി വെക്കാം. നിനക്കൊന്നും വെക്കണ്ടല്ലോ. അയ്യോ, എനിക്കൊന്നും വെക്കണ്ട. എനിക്ക് നല്ലൊരു വേഷം വന്നാ. അപ്പൊ കഥയെല്ലാം റെഡിയല്ലേ? കഥയെല്ലാം റെഡിയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടല്ലോ നേരത്തെ? എന്നാ? ബഡ്ജറ്റ് കൂടാൻ പാടില്ല. അതായത് 4 നടന്മാരും ഒരു നടിയെ ഞങ്ങൾക്കുള്ളൂ. ഇതിനകത്ത് നിൽക്കുന്ന സംഭവം ഒക്കെ മതി. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. ബാസി എന്നെ വിളിച്ച് പറഞ്ഞില്ലേ? കറക്റ്റ് അതനുസരിച്ച് എഴുതി വെച്ചിട്ട് 50,000 രൂപയ്ക്കകത്ത് നിൽക്കണം. അതവിടെ നിർത്തിക്കോളാം. ഓക്കെ അല്ലേ? അപ്പൊ ഈ നാടകത്തിന്റെ പേര് വേണമെങ്കിൽ വിളംബരം ചെയ്യാം. വിളംബരം ചെയ്യാം? അല്ല, പറയാം. ഓ, അത്രയ്ക്ക് അഹങ്കാരമായി. ഒരു കാര്യം ചെയ്യും, എന്റെ ചെവി പറയും. ഞാനത് അനൗൺസ് ചെയ്തോളാം. എന്റെ ചെവി പറയും. എന്നും അങ്ങനെ. സഹൃദരായ കലാസ്നേഹികളെ, സർവശ്രീ പുതുപ്പള്ളി ഭാസിയും സംഘവും അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ രക്തനാടകം. ഏതെങ്കിലും നാടകം കഴിയാതെ രക്തം ഒലിപ്പിക്കാതെ ഇവിടെ വന്ന് കയറിയിട്ടുണ്ടോ? അതാ പറഞ്ഞ രക്തനാടകം എന്ന്. ഇപ്രാവശ്യം അതിനെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കി തരുമോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് മാറ്റി പിടിക്കാം. സഹൃദരായ കലാസ്നേഹികളെ, പുതുപ്പള്ളി ഭാസിയും സംഘവും അവതരിപ്പിക്കുന്ന ഈ വർഷത്തെ നൃത്ത നാടകം സ്വപ്ന കുടീരം. അത്രയും വേണം. എക്കോ ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ തന്നെ ഒക്കെ ഇട്ടതാ. കയ്യിൽ നിന്നൊന്നും വിടാൻ പറ്റില്ല. ഇല്ല, പറ്റും. ഓക്കെ. അപ്പൊ നമുക്ക് നാടകം വേണമെങ്കിൽ ചെറുതായിട്ട് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ചെറുതായിട്ട് പതുക്കെ വായിക്കണ്ട, ഇച്ചിരി ഉറച്ച് വായിച്ചു. എന്നാലും വായിക്കാം. കഥാസാരം ആയിക്കോട്ടെ. ഇതൊരു ചരിത്ര നാടകമാണ്. വേണം. ചരിത്രം എന്തോ വേണേലും ആയിക്കോട്ടെ, തല്ല് കിട്ടാതെ ഇങ്ങനെ വന്നാൽ മതി. ഷാജഹാനും മുംതാസും അവരാണ് മെയിൻ. ഷാജഹാനും മുംതാസും. ഷാജഹാനും മുംതാസ് കലക്കം കേട്ടോ. ഷാജഹാൻ ആരാണെന്ന് മനസ്സിലായോ? അറിയോ? ഏത് ഷാജഹാനെ? പന്തളത്തുള്ള ആണോ? മറ്റേ വിസ തട്ടിപ്പിന്റെ വിസ തട്ടിപ്പോ? പിന്നെ ഷാജഹാനെ ഷാജഹാനെ അറിയത്തില്ലേ? ഇതിനകത്തുള്ള കഥാപാത്രം ഇതൊക്കെ നീ എഴുതിക്കൊണ്ട് വന്നതല്ല ഉള്ളൂ. പുള്ളിയൊക്കെ ഞാൻ എങ്ങനെ അറിയും? നീ ഇപ്പൊ എഴുതിക്കൊണ്ട് വന്നതല്ല ഉള്ളൂ. നീ എനിക്ക് നേരത്തെ സ്ക്രിപ്റ്റ് വായിക്കാൻ തന്നായിരുന്നോ? ഇല്ല. പിന്നെ ഞാൻ ഈ ഷാജഹാനെ ഞാൻ എങ്ങനെ അറിയും? ഇത് നിന്റെ മനസ്സിലുള്ള കാര്യമില്ല, അത് പറഞ്ഞു തന്നല്ലേ ഞങ്ങൾക്ക് അറിയാം. അല്ല, ഇത് നേരത്തെ കൊണ്ട് കൊടുക്കണമായിരുന്നു. പറയാം. ഷാജഹാൻ ചക്രവർത്തി. അവൻ ചക്ക വരട്ടുവോ മെഴുക്ക് വരട്ടുവോ എന്തോ വേണമെങ്കിലും ചെയ്തോട്ടെ. അതെ, നീ കഥ പറ. ഷാജഹാൻ ചക്രവർത്തിയും ഭാര്യ മുംതാസും പിന്നെ താജ്മഹലും. അയ്യോ, നിന്നോട് ഞാൻ പറഞ്ഞാണോ 4 ആണും 1 പെണ്ണും എവിടെ ഉള്ളൂ? പിന്നെ ഈ താജ്മഹൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ഒരു നടിയെ തപ്പി ഞാൻ ഇനി എവിടെ പോകും? 2 നടിമാരെ ഉണ്ട്. ഇപ്പൊ 2 നടിമാരെ വെക്കണ്ട, 1 നടിയെ ഇവിടെ ഉള്ളൂ. അതെ, എന്റെ തുളസി, ഞാൻ നേരത്തെ പറഞ്ഞില്ലല്ലോ, ലോ ബഡ്ജറ്റിലെ ഇപ്രാവശ്യം ഇറക്കാൻ പറ്റും. വേറെ ഒരു നടിയും കൂടെ നമുക്ക് ഇനി വേണ്ട, ഒറ്റ നടിയിൽ തീർക്കണം. അതിന് എവിടെയാന്ന് നടി? എവിടെയാന്ന്? നടിയല്ലേ ഉള്ളൂ, മുംതാസ്. പിന്നെ നീ പറഞ്ഞതോ? ഏത്? ഷാജഹാൻ, മുംതാസ്, അവരുടെ മകൾ താജ്മഹൽ. ഞാൻ വേറൊരു നടിയെ കൊണ്ടുവരണ്ടേ?
ഞാൻ തപ്പിക്കൊണ്ട് പോകണ്ടേ? ഞാൻ ഇത് എന്തൊക്കെ നീ ഞാൻ എഴുതിയിട്ടില്ല. അങ്ങനെ എഴുതി ഒന്നുകൂടെ വെക്കരുത്. നോക്ക് സ്ക്രിപ്റ്റ് എടാ, എന്റെ ശരിക്കും. സ്ക്രിപ്റ്റ് നീ എടുത്തായിരുന്നോ? ഇല്ല ഞാൻ എടുത്തില്ല. നിങ്ങൾ എടുത്തായിരുന്നോ? ഇത് നിങ്ങൾ കൊണ്ടുവന്ന ഇപ്പോഴല്ലയോ? എന്റെ സ്ക്രിപ്റ്റ് എങ്ങനെ മാറിയാണോ? ഇല്ലല്ലോ. ഇല്ല, മാറിയിട്ടില്ല. മാറിയിട്ടില്ല. പിന്നെ അത് ചുരുക്കം ഒരാളിൽ തീർക്കത്. അല്ല, ഒന്നുകൂടെ പോയി നമ്മുടെ ഷാജഹാൻ ചക്രവർത്തി, മുംതാസ്, താജ്മഹൽ. അതാ ഞാൻ പറഞ്ഞത്. ആ. ഇതിപ്പോ മുംതാസിന്റെ മകൾ താജ്മഹൽ, ഇനി വേറെ അയ്യോ, അത് മകളല്ല. മകളല്ല. മകളല്ലേ? അല്ല അല്ല അല്ല. പിന്നെ മകനാണോ? അതെ, ആ. ഈ ഷാജഹാൻ ചക്രവർത്തി ഉണ്ടല്ലോ, ആ. അദ്ദേഹത്തിന്റെ ഭാര്യയാണല്ലോ മുംതാസ്. അയ്യോ, അത് പറഞ്ഞല്ലോ. ഈ മുംതാസ് മരിച്ചതിന് ശേഷം ഉണ്ടാകുന്നതാണ് താജ്മഹൽ. അത് ശരി. ആ. അപ്പൊ പ്രസവത്തോടു കൂടി തള്ളയെ തീർത്തിട്ടാ ഇവള് വന്നേക്കുന്നേ. എരണക്കേടല്ലയോ അത്? നാടകം തുടങ്ങുമ്പോ ഈ എരണക്കെട്ട സീനൊന്നും വേണ്ട. അത് വേണ്ടെന്നാ. സഞ്ചാരം ഇതൊക്കെ നാടകത്തിൽ വന്ന വിഷയമാണ്. അതല്ല കട്ട മുഖം തന്നെ ഒരു മരണത്തിന് നീ ഇതെന്തോ എഴുതിക്കൊണ്ട് വന്നടാ? ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞല്ലേ, ആശാൻ, ഇത് ചെറിയ ബഡ്ജറ്റിൽ തുടങ്ങുന്ന ആശാനെ, സംഭവം. ഇങ്ങ് വന്നേ. എന്തോ? വേറൊരു സംഭവം ഉണ്ട്. വേറൊരു ഐഡിയ ചെയ്യാമെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇത് പിന്നെ ഷാജഹാൻ, മുംതാസ്, മുംതാസ് ചെയ്യുന്ന കഥാപാത്രം മരിക്കുമല്ലോ. മരിക്കും. അപ്പൊ മുംതാസ് ചെയ്യുന്ന കഥാപാത്രം ആ ആളെ കൊണ്ട് തന്നെ മകളുടെ വിഷമം ചെയ്യിക്കാം. ഓ, മരിച്ചു കഴിഞ്ഞാണല്ലോ താജ്മഹൽ ഉണ്ടാകുന്നത്. അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഒരു ചുരിദാർ ഇടിയിച്ച പോരെ? മതി മതി മതി. അതെ, നമുക്ക് അങ്ങനെ ചെയ്യാതെ. നിങ്ങൾ എന്നെ ഈ പ്ലാൻ ചെയ്യണേ? ഇതിന്റെ അകത്ത് ഇല്ലാത്തതാണോ നിങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ട് വന്നേ? ഇതിനകത്ത് ഇല്ലാത്ത ഇതിനകത്ത് ഇല്ലാത്തതാണ് നിങ്ങൾ ഈ പ്ലാൻ ചെയ്യണത്. ഞാൻ ഇല്ല, നീ തന്നെ എഴുതിക്കൊണ്ട് വന്നിട്ട് അതിനകത്ത് ഇല്ലാത്തെന്ന് പറയുന്നത്. ഇത് ആരോട് പറഞ്ഞു ഞാൻ മനസ്സിലാക്കും? ഏത് ഏടാ കൂട്ടത്തിലാണ് വന്ന് ചാടിയത്? ഞാൻ അഡ്വാൻസ് മേടിച്ചു പോയി. അതെ, മോർണിംഗ് വന്നേ. കണ്ടിട്ട് ഇത്തിരി വിവരക്കുറവുള്ള നിന്നോടാ. അതെ, ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ചേട്ടൻ പറഞ്ഞ കാര്യമില്ല, എനിക്ക് മനസ്സിലായി. മനസ്സിലായോ? ആശാനെ പറഞ്ഞല്ലോ, എനിക്ക് സംഭവം ചേട്ടന്റെ ബുദ്ധിമുട്ട് കാര്യമില്ല, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിനക്ക് ഇങ്ങനെ പിടി കിട്ടിയല്ലോ. എനിക്ക് പിടി കിട്ടി. പറയട്ടെ, ഞാൻ ഇവിടെ കിടന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളിക്ക് ഇഷ്ടപ്പെടുകയല്ല. ഈ പുള്ളി അങ്ങനെ ഇവിടെ വെച്ചാൽ എന്നെ തല്ലിക്കൊന്ന ഒരു സാക്ഷി വേണം. അത് വേണം നീ പറഞ്ഞു ഒപ്പിക്കണ്ടേ എനിക്ക്? അത് മനസ്സിലായി. സംഭവം എന്നാ പറഞ്ഞാൽ ഷാജഹാൻ ചക്രവർത്തി, ചക്രവർത്തി ഭാര്യയാണല്ലോ മുംതാസ്. ചേട്ടാ, ഇത് എനിക്കറിയാം. അറിയാമോ? എനിക്കറിയാം. നീ അങ്ങ് പറഞ്ഞാ മതി ഈ പുള്ളിയോട്. അത് കക്ഷിക്ക് ഇതിനെ കുറിച്ച് ധാരണയില്ല. പറഞ്ഞു മനസ്സിലായോ? ഷാജഹാൻ ചക്രവർത്തി മുംതാസ് എനിക്കറിയാം. അറിയാലോ. അവര് ഭാര്യ മരിച്ചു. മരിച്ചു കഴിഞ്ഞപ്പോ ഉണ്ടാകുന്നതാണ് ഈ താജ്മഹൽ. എടാ പോപ്പ, എടാ പോത്ത, അതാ ചോദിക്കുന്നത്. ഈ മകളെത്തിനകത്ത്. അയ്യോ, പിന്നെ നിന്നോട് ഒരു 100 തവണ ഞാൻ പറഞ്ഞിട്ടില്ലേ ലോ ബഡ്ജറ്റിൽ വേണം കാര്യങ്ങൾ ചെയ്തു തരാമെന്ന്? പിന്നെ എന്താ ലോ ബഡ്ജറ്റ്? പിന്നെ പിന്നെ നടന്മാരെ കൂട്ടിക്കൊണ്ട് വരുവാ, നടിമാരെ കൂട്ടിക്കൊണ്ട് വരുവാണല്ലോ നീ. എവിടെ ഇവിടെ 5 പേരേ ഉള്ളൂ ഇതിനകത്ത് സഹോദര. 5 പേരോ? ആര് പറഞ്ഞു? നീ ഒന്ന് വായിച്ചു നോക്കിയ. 5 പേരേ ഉള്ളൂ. ആരോട് പറഞ്ഞു? വിവരമുള്ള ഒരാളോട് പറഞ്ഞു മനസ്സിലാക്കണം. ഇതേ ഇരിക്കണം, ചേട്ടനോട് ചോദിക്കാം. ചേട്ടാ, സുധീഷ് ചേട്ടാ, കാണാൻ കൊള്ളാന്ന് വെച്ചാൽ വിവരമുള്ള ആളാന്ന് തോന്നുന്നു. ഒന്നിങ്ങ് വരാവോ? അങ്ങോട്ട് വരണോ? ഇങ്ങോട്ട് വരാവോ? ഒരു കാര്യം പറഞ്ഞു കൊടുക്കാനാ. ആര് വന്നാലും എന്തോ കറക്ക്. പിന്നെ മധ്യസ്ഥക്ക് ആളെ എങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് ആരാലും വേണ്ട, ഒരു മര്യാദ. 50,000 രൂപ എണ്ണ മേടിച്ച ഒരു മര്യാദ വേണ്ടത്. അതെ, എന്താ കാര്യം? ഞാനൊരു സ്ക്രിപ്റ്റ് ഡയറക്ടറാണ്. ഞാൻ ഇങ്ങനെ അതിന് ഒരു 50,000 രൂപ അഡ്വാൻസ് മേടിച്ചു. അതിനൊരു കക്കൂസ് പോണത് പകുതി ആയുള്ളൂ. അത് തിരിച്ചു കൊടുക്കാനും പറ്റത്തില്ല. അപ്പൊ ഈ സ്ക്രിപ്റ്റിന്റെ സംഭവം എന്ന് പറഞ്ഞാൽ കേട്ട് കാണുമോ? ഓ, കേട്ടില്ലേ? ഓ, മുഴുവൻ കേട്ടു. നമ്മുടെ ഷാജഹാൻ ചക്രവർത്തിയുടെ ഭാര്യയാണല്ലോ മുംതാസ്. അതെ അതെ അതെ. മുംതാസിന് വേണ്ടി പണി കഴിപ്പിച്ച ഒരു മന്ദിരമാണല്ലോ ഈ താജ്മഹൽ. താജ്മഹൽ അതൊന്ന് കറക്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കാവോ? ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല ഈ പോത്തന്മാർക്ക്. ഇത് വേറൊന്നുമല്ല, നമ്മുടെ പഴയ ചരിത്രമാണത്. പഴയ ചരിത്രമാണ്. ഷാജഹാൻ ചക്രവർത്തി അറിയാം. ഷാജഹാൻ ചക്രവർത്തിയുടെ ഭാര്യ മുംതാസ്. അപ്പൊ അവര് മരിച്ചു കഴിഞ്ഞപ്പോ അവർക്ക് വേണ്ടി പണിത ഒരു മന്ദിരമാണ് താജ്മഹൽ. അതാണ് താജ്മഹൽ. എന്തുവായിരുന്നു? മന്ദിരം. വലിയ ഈ പോത്ത് ഇതുവരെ മന്ദിരമാണെന്ന് എന്നോട് പറഞ്ഞോ? ഇത് ഈ വാക്ക് ഇവിടെ ആരോടെങ്കിലും പറഞ്ഞില്ല. ഇത്രയും സമയം പറഞ്ഞിട്ട് നീ അത് മന്ദിരമാണെന്ന് പറഞ്ഞോ? നീ അയ്യോ, അത് വിട്ടുപോയി. മന്ദിരം എന്ന് പറയാൻ പറഞ്ഞു. എന്നാലും പോത്തെ നിങ്ങൾക്കൊക്കെ അറിയാലോ. എന്തോ അറിയാമെന്ന്? നീ എഴുതി വെച്ച കഥ ഞങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും? അതാണ് സംഭവം, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ അതെ അതെ. അല്ല, ഇത് നിങ്ങൾക്കൊക്കെ ഇതറിയായിരുന്നു? എല്ലാവർക്കും അറിയുന്ന കാര്യല്ലേ? അയ്യോ, പുതിയ കഥയാണെന്നും പറഞ്ഞ എന്റെ 50,000 രൂപ അഡ്വാൻസ് മേടിച്ചത് ഇതെല്ലാവർക്കും അറിയാം. ഇവിടെ ചോദിച്ച കുട്ടികൾക്ക്, കൊച്ചു കുട്ടികൾക്ക് വരെ ഇതറിയാം. മോനെ, ഈ മോൻ ഇതറിയായിരുന്നു? കൈപൊക്കെ കാണണം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സത്യം പറയണം. നീ എവിടെ നിന്ന് അടിച്ചു മാറ്റിയത്? ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം ഈ കഥ. പുതിയ കഥയാണെന്നും പറഞ്ഞ എന്റെ പൈസ അടിച്ചു മാറ്റാൻ വന്നാണോ?
സത്യം പറയും ഇത് ആരാണ് എഴുതിയത്? എവിടെ നിന്ന് അടിച്ചു മാറ്റിയതാണ്? ഇത് എഴുതി ചരിത്ര ഒരു കഥയാണത്. ഞാനങ്ങ് എഴുതി ഒപ്പിച്ചെന്നേ ഉള്ളൂ. ആ കറക്റ്റാ, അങ്ങനെയാണ് ഉള്ള സംഭവം എഴുതിയെന്നുള്ളൂ. ശരി. അല്ല ആശാനെ സംഭവം എന്താന്ന് ഇപ്പൊ കാര്യം എനിക്ക് പിടി കിട്ടി. ചരിത്ര കഥയാണ്. നമ്മളെ വേലുത്തമ്പി ദളപാമ്മ കളിച്ചില്ലേ? അതുപോലെ തന്നെ ഇപ്പൊ സിനിമ ഇറങ്ങിയില്ലേ? ഏത് വടക്കം വീരഗാഥ മമ്മൂട്ടിയുടെ MD വാസുദേവൻ. അതെ അതെ, മറ്റുള്ള ട്രൂപ്പിന്റെ MD-യുടെ കാര്യം ഒന്നും ഇവിടെ പറയണ്ട. ഇവിടുത്തെ MD ഞാനാണ് കേട്ടോ. സർവശ്രീ പുതുപ്പള്ളി ഭാസിയുടെ ഒപ്പം ആ MD-യുടെ കാര്യം പറഞ്ഞാൽ മതി. ഞാനാണ് ഈ ട്രൂപ്പിന്റെ MD, അതുകൊണ്ട് പറഞ്ഞത്. വലിയ ട്രൂപ്പിന്റെ MD-യുടെ കാര്യം ഇവിടെ പറയുന്നു. ആയിക്കോട്ടെ, വളരെ ഉപകാരമുണ്ട് കേട്ടോ. ഈ ചേത്താൻ എന്നെ ഇവിടെ വെച്ച് തല്ലിക്കൊന്നേനെ. അപ്പൊ നടക്കട്ടെ. അപ്പൊ കാര്യങ്ങൾ പറയാം. അപ്പൊ അത് തന്നെ. ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? ഒരുവിധം മനസ്സിലായി. ഒരുവിധമല്ല, കറക്റ്റ് ആണ്. മനസ്സിലായി. പുള്ളിക്കാരൻ വന്ന് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി. നമുക്കെല്ലാം മനസ്സിലായത്. അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങളുടെ ചെവിക്കാറുണ്ടേ. പിന്നെ ഈ മനോഹരമായ താജ്മഹൽ പണിത് കഴിഞ്ഞപ്പോൾ ഒരു ശില്പിയാണ് പണി. ഷാജഹാൻ ചക്രവർത്തി വിളിക്കുന്നു ശില്പിനെ. എന്തിന് വിളിച്ചിട്ട് ആ വലുത് കൈ അങ്ങ് വെട്ടിച്ചു. അത് മറ്റൊന്നും കൊണ്ടായിരിക്കത്തില്ല. ഈ ഷാജഹാൻ ചക്രവർത്തി ഉദ്ദേശിച്ചതിനേക്കാൾ ടച്ച് കൂടുതൽ എടുത്ത് കാണും. അപ്പൊ നഷ്ടം വന്നപ്പോ പുള്ളി കൈ വെട്ടിക്കളഞ്ഞായിരിക്കും. അതല്ല, അങ്ങനല്ലേ സംഭവിച്ചത്? അന്ന് തച്ചൊന്നുമില്ല. ആര് പറഞ്ഞു തച്ചില്ല? അത് പഴയകാലത്ത് തച്ചൊന്നുമില്ല. ആര് പറഞ്ഞു? പഴയ കാലത്ത് തച്ചുള്ള എത്ര പേരെ എനിക്കറിയാം. അതറിയാം. തച്ചോളി ഉദയൻ, തച്ചോളി അമ്പു, തച്ചോളി മാക്കം, പിന്നെ പെരുന്തച്ചൻ, ഇതൊക്കെ എത്ര തച്ചുകാരൻ നമുക്കറിയാവുന്നതല്ലേ. തച്ചല്ല, അത് അടിമപ്പണി. അടിമപ്പണി. ഇവന്മാർ ഇവിടെ ഈ ചെയ്യുന്ന പോലെ അടിമപ്പണി. മനസ്സിലായി. എന്നിട്ട് ഇത് ഈ കൈ വെട്ടുന്നതിന് മുമ്പ് ശില്പിക്ക് എന്തോ മനസ്സിലാകുന്നു. കൈ മുറിക്കുമെന്ന് മനസ്സിലാക്കിയ ശില്പി ഇപ്പൊ വരാന്നും പറഞ്ഞ് നേരെ ഈ മണ്ഡപത്തിന് മുകളിൽ കയറും. മകുടത്തിന്റെ മുകളിൽ കയറിയിട്ട് ഒരു തുളയിടുന്നു. ഇതിന് നേരെ വെള്ളവും വെളിച്ചവും താഴെ കിടക്കുന്ന മുന്താസിന് നേരെ ഓപ്പോസിറ്റ്. അങ്ങനെയാണെങ്കിൽ അവന്റെ കൈയല്ല, അവന്റെ കഴുത്തായിരുന്നു വെട്ടേണ്ടത്. തോന്നി മാസമല്ലേ ഇവിടെ കാണിച്ചേ? അത്രയും പൈസ മേടിച്ച് ഓവർ തച്ചു എടുത്തിട്ട് പിന്നെ അതിനത് ഓട്ട ഇട്ട് വെക്കേണ്ട കാര്യമുണ്ട്. കഥയല്ലാതെ ഇത്രയൊക്കെ ഉള്ളൂ. കൊള്ളാം. എങ്ങനെയാണ്? കഥയൊക്കെ ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ല. ഇങ്ങോട്ട് തിരിച്ചു ചോദിക്കണ്ട. കറക്റ്റ് ആണ്, ഞാൻ എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. പിന്നെ ഇതിനകത്ത് മെയിൻ ആയിട്ട് ഷാജഹാൻ ചെയ്യാനായിട്ടുള്ള ആള് വേണം. ഷാജഹാൻ ചെയ്യുന്ന ഷാജഹാൻ അറിയത്തില്ലേ? ഒരു 6 അടി പൊക്കം, ആരോഗ്യ ദൃഢഗാത്രൻ, നല്ല വെളുത്ത കവളൊക്കെ ചാടിയ ഒരു മസലക്കൂട്ടൻ, അങ്ങനെ ഒരാളെയാണ് ഞാൻ മനസ്സിൽ കാണുന്നത്. അങ്ങനെ ഒരാൾ വേണം. അങ്ങനെയുള്ള ആളുണ്ട്. ആര്? അതൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ നേരത്തെ ഇവിടുന്ന് വിളിച്ചു പറഞ്ഞപ്പോ തന്നെ ആളെ റെഡിയാക്കി. ഷാജഹാൻ എന്തോ ഷാജഹാൻ ഏത് ഷാജഹാൻ ചക്രവർത്തി? ഇത് ഞാൻ ചെയ്യും. ഷാജഹാൻ ചക്രവർത്തി ചെയ്യും. ഞാൻ ചെയ്തോളാന്ന്. അല്ലാതെ ഈ താജ്മഹൽ പണിയാൻ വന്ന മേസ്തിരി ഷേപ്പുള്ള ആളല്ല ഷാജഹാൻ ചക്രവർത്തി. മനസ്സിലായോ? ഞാൻ ചെയ്യുന്ന എന്താ കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടോന്നോ? ഷാജഹാൻ ചക്രവർത്തി അയ്യോ സെക്രട്ടറി നീ നിന്നോ? പൂര അടി വാങ്ങിക്കാം. എനിക്ക് വേണ്ട, ആരാധന എടുത്തോ കേട്ടോ. പൊളിഞ്ഞ് നാടകം പൊളിഞ്ഞ് എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാം. സർവശ്രീ പുതുപ്പള്ളി ഭാസി ചെയ്യും ഷാജഹാന്റെ വേഷം. താല്പര്യമില്ലാത്തവന്മാർക്ക് പെട്ടിയും കൊടുക്ക എടുത്തോണ്ട് ഇപ്പൊ സ്ഥലം വിടാം. പോകാം. എന്റെ സമിതി ഞാൻ തീരുമാനിക്കും ആര് ഷാജഹാൻ ചെയ്യണം. വിട്ടുപോക്കോ. ഈ നശിച്ച ട്രൂപ്പിൽ നിന്ന് പോകണമെന്ന് ഞാൻ അന്നേ പറഞ്ഞത്. ഏത് നശിച്ച ട്രൂപ്പിൽ നിന്ന് പോകണമെന്ന് അന്നേ പറഞ്ഞു. നശിച്ച ട്രൂപ്പ്? ആരുടെയാണ് നശിച്ച ട്രൂപ്പ്? ഈ നശിച്ച ട്രൂപ്പ് ഉള്ളതുകൊണ്ട് എല്ലാവരും കഞ്ഞിവെള്ളം കുടിച്ച് കിടക്കുന്നു. കഞ്ഞിവെള്ളം ഞങ്ങൾക്ക് തരും, ചോറ് നിങ്ങളും തരും. ഈ ട്രൂപ്പിൽ ഒന്ന് പോയായിരുന്നെങ്കിൽ ചോറ് നിൽക്കാമായിരുന്നു. അതെ, ഞാൻ ഷാജഹാൻ ചെയ്യുന്ന എതിർപ്പുള്ളവരെല്ലാം പെട്ടിയും കൊടുക്ക എടുത്ത് പൊക്കോ. ആരും നിൽക്കണ്ട, വിട്ടുപോക്കോ. പക്ഷേ ഷാജഹാന്റെ ഒരു പൊക്കമൊക്കെ മുതലാളിക്കുണ്ട്. വേണ്ട ഇല്ലയോ? ചെറിയൊരു ഇങ്ങോട്ട് വന്നേ. ഈ കണ്ണിലോട്ടൊന്ന് നോക്കി. ഷാജഹാന്റെ കണ്ണിലുള്ള ആ തിളക്കം ഇവിടെ ഇല്ലയോ? ഇന്നലെ അടിച്ചാൽ 1/2 ലിറ്റർ ഈ താഴെ കിടപ്പുണ്ട്. അതല്ല, അയ്യോ അത് ആ ചുണ്ടിലോട്ടൊന്ന് നോക്കിക്കേ. ചുണ്ടം നോക്കേ. വേണ്ട. ഷാജഹാൻ തന്നെ. ഇതുകൊണ്ടൊരു പെര പൂശാനുള്ള കക്ക കിട്ടും. മതി ഷാജഹാൻ. വേണ്ട. ആശ ചെയ്താൽ മതി. വേണ്ട, ഞാൻ ആശ കറക്റ്റ് ആയിരുന്നു. വേണ്ട, ഞാൻ ചെയ്യുന്നില്ല. ആശ മതി.
അവന് നല്ല കളറൊക്കെ ഉണ്ട്, അവൻ ചെയ്തു. വേണ്ട 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 ആശാൻ ചെയ്താ മതി. അല്ലേ, അവൻ ചെയ്യട്ടെ, അവനാണ് ഗ്ലാമർ. ഇല്ല ആശാൻ. അത് വേണ്ട വേണ്ട, അവൻ ചെയ്യും. അവൻ ചെയ്തോട്ടെ. എന്നാ നീ ചെയ്തു. ചെയ്യണം, നീ ചെയ്യണം. വേണ്ട, ഞാൻ ചെയ്തോളാം കേട്ടോ, എനിക്കറിയാം, ഞാൻ ചെയ്തോളാം. ഷാജഹാൻ ഓക്കെ. ഇനി മുംതാസിനെ നമ്മൾ കണ്ടുപിടിക്കണം. ഉണ്ടല്ലോ, എവിടെ? കൂത്താട്ടുകുളം അമ്മിണി നമ്മുടെ സമിതിയിലുള്ള ആളാണ്. നടക്കുകയല്ലോ. അതെന്താ? അത് നടക്കണ കേസല്ല. അയ്യോ, അവിടെ നമ്മുടെ സ്ഥിരം നമ്മുടെ ട്രൂപ്പ് കളിച്ചോണ്ടിരിക്കുന്ന ആളാണ്. അമ്മണിയൊന്നും അല്ല. ഈ മുംതാസ് എന്ന് പറഞ്ഞ ലോക സുന്ദരിയാണ്, അറിയില്ലേ? ലോകത്തൊക്കെ വെച്ച് ഏറ്റവും വലിയ സുന്ദരിയാണ് നമ്മുടെ മുംതാസ്. അങ്ങനെ ഒരു പെണ്ണാണ് വേണ്ടത്. നല്ല കരിനീല കണ്ണുകള്, തുടുത്ത കവിള്, ചുണ്ട് തൊണ്ടിപ്പഴം പോലത്തെ ചുണ്ട്, നല്ല മുല്ലമൊട്ട് പോലത്തെ പല്ല്, വടിവൊത്ത ഇങ്ങനെ ശരീരം. അതാണ് മുംതാസിനെ. അമ്മിണിയെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൂടെ? കിമ്മിണി അത് നടക്കണ കേസൊന്നുമില്ല. അമ്മണിയൊന്നും നടക്കണല്ല, ശരിയാകത്തില്ല. പിന്നിപ്പോ നമ്മളിപ്പോ എന്ത് ചെയ്യും? അപ്പൊ അമ്മിണി അല്ലാതെ നമ്മുടെ കയ്യിൽ വേറെ ആളില്ല. ഞങ്ങളുടെ വേറെ ആളില്ലാത്തോണ്ടായി പറഞ്ഞത്. എങ്ങനെയാലും വേണ്ട, നടിയെ ഇവിടെ ഇറക്കുമതി ചെയ്യണം. നടിയെ ഇവിടെ ഇറക്കുമതി ചെയ്യണം. ഇറക്കുമതി ചെയ്യാം. അതിനു മുമ്പ് വേണ്ട, ഇവനെ ഇവിടുന്ന് കയറ്റുമതി ചെയ്യണം. ഈ പറഞ്ഞ ലക്ഷണമൊത്ത ഒരു നടി നമ്മുടെ ട്രൂപ്പിൽ കളിച്ചോണ്ടിരുന്ന ഇവന്റെ ഒക്കെ തെരുവിളി കാരണം അവൾ ഇട്ടയച്ചു പോയി. അയ്യോ ആശാനെ, ആശാൻ ചെന്ന് രാത്രി ചവിട്ടിട്ടില്ല അവരിവിടെ ഇറങ്ങിപ്പോയത്. അമ്മണി നിലവിളിച്ചോണ്ട് ഇവിടെ ഇറങ്ങിപ്പോയത്. അത് ചവിട്ടിയതല്ലത്, ഞാൻ കർണന്റെ കിരീടം തപ്പിച്ചെന്നതാ. അതാ കേട്ടോണം, നാടകം കഴിഞ്ഞ് നാട്ടുകാരെ നെറുവിളി കേട്ടോണ്ട് അമ്മണി ക്യാമ്പിൽ കിടക്കുക. അമ്മണിയുടെ നെഞ്ചത്തിരിക്കുമല്ലോ രാവണന്റെ കിരീടം. ഒന്ന് പോവാ ആശാനെ എടുത്ത്. ശരി, അല്ല ഇപ്പൊ എങ്ങനെ എന്തായാലും നടിയെ കിട്ടിയേ പറ്റുള്ളൂ. നടിയെ കിട്ടിയേ പറ്റുള്ളൂ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു നടി എൻ്റെ കയ്യിലുണ്ട്. എന്നാ പിന്നെ ഒന്ന് വിളിച്ചാട്ടെ. ഞാൻ വിളിക്കാം. എന്നാ പിന്നെ അത് മതി, അത് മതി. എപ്പോൾ തന്നെ റെഡിയാക്കാം. ഓക്കെ, നമ്പർ നോക്കണോ? പ്രാന്താ. ഹലോ, ഞാനാ. മനസ്സിലായില്ല? മുരളീധരൻ. തൂവാലത്തുമ്പിലോ എന്നാ? തൂലികത്തുമ്പിൽ തുളസീധരൻ. അവന്റെ പേര് പോലും അറിയത്തില്ല. അതെ, അതെ, ഞാനാ പറഞ്ഞില്ലായിരുന്നു ഒരു നാടകം. മുംതാസായിട്ട് അഭിനയിക്കാന്ന് പറഞ്ഞ് 2500 രൂപ കിട്ടും, ഞാൻ മേടിച്ചു തരാം. ഓക്കെ എന്നാ. പിന്നെ ഇങ്ങനെ പോരെ വഴിക്ക് മേക്കപ്പ് ചെയ്തിങ്ങി പോരട്ടോ. റിഹേഴ്സൽ ക്യാമ്പിലൊക്കെ നേരെ ഇങ്ങ് പോരെ. മുംതാസിനെ ഡ്രസ്സ് ഇട്ടിങ്ങി പോരെ. ഓക്കെ 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 ആയിട്ടുണ്ട്. ഓക്കെ ആയിട്ടുണ്ട്. അതൊക്കെ. പിന്നെ വേറൊരു കാര്യം, ഇതുപോലെ മറ്റേ പെണ്ണുമ്പിള്ള പോയ പോലെ വയറ്റത്ത് കയറി ചവിട്ടി കിരീടം എടുക്കാൻ പോകാനുള്ള പരിപാടിയാണ്. അത് അന്നൊരു അബദ്ധം പറ്റിയതാണത്. കറണ്ട് പോയതുകൊണ്ട് സംഭവിച്ചു പോയാണ്. അങ്ങനെ സംഭവിക്കത്തൊന്നുമില്ല, വരുമല്ലോ. എല്ലാം വരും. പിന്നെ നിങ്ങൾ റെഡി ആയിക്കോ, പോയി ഡ്രസ് ഇട്ടോ. അവൾ ഇപ്പോൾ തന്നെ ഞാൻ ആശാൻ ഞെട്ടീര്. എന്തിന് ഈ മുംതാസ് കൂടെ വരുമ്പോ ആശാൻ ഞെട്ടിക്കണം. ആശാൻ പോയി നല്ല ഷാജഹാന്റെ ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റപ്പ് ആയിട്ട് വന്നത്. അവര് ഡ്രസ് ഇട്ടോണ്ടാ വരുന്നത്. അപ്പൊ ആശാനെ ഡ്രസ് ഇട്ട് ഇവിടെ നമ്മൾ ഞെട്ടിക്കണം അവര്. 2500 രൂപ കൊടുക്കട്ടോ. അതൊക്കെ ഞാൻ കൊടുത്തോളാം. നീ ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിന്റെ ഈ ചിരി അരങ്ങിലേക്ക് നമുക്ക് തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. നീ എന്താ പറഞ്ഞത്? കരിങ്കോള കണ്ണാന്ന്. വെൽക്കം ബാക്ക് ടു ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ്. അപ്പൊ റെഡിയാണല്ലോ അല്ലേ? അല്ല, റെഡിയൊക്കെ ശരിയാ, പക്ഷേ അണ്ട് ഈ സൈസ് സംഭവം ഒന്നും അല്ല ഇവിടെ വേണ്ടത്. ഇതിപ്പോ നമ്മൾ റിഹേഴ്സലിന് ഉപയോഗിക്കുന്നത് മറ്റേ സംഭവമൊക്കെ വേണം. കോട്ട് ജീൻസ് വിട്ടോണ്ട് ആരെങ്കിലും കൊട്ടാരത്തിൽ റിഹേഴ്സലല്ലേ? തട്ടേ കയറിയിട്ടില്ലല്ലോ. എന്നാൽ ഇത് ഓക്കെ. തട്ടേ കയറുമല്ല, ഞാൻ ആശാന്റെ അടുത്ത് പറഞ്ഞോളാം. റെഡിയാണല്ലോ അല്ലേ? റെഡിയാണ്. തബലയൊക്കെ വായിക്കാറിയോ? തബല വായിക്കാറില്ല. തൊട്ടുപോകരുത് പന്നി. സംവിധായക ഞാൻ ഇത് കേട്ടാ. അതെ, അപ്പൊ സോങ് തുടങ്ങുമ്പോ ഇവിടുന്ന് നമ്മുടെ ഷാറുഖ് ഖാനല്ലോ, ഷാജഹാൻ, അവിടുന്ന് മുംതാസും വരുന്നു. അപ്പൊ സോങ് റെഡി. ഷാജഹാന്റെ ആശയാ താജ്മഹൽ ഗോപുരേ ചാവുമണിയാകുമേ രാജമംഗയാളുടെ മുഗ്ധമാമി സ്വപ്നവും പ്രേമ ശിക്ഷയാകുമേ പ്രേമ ഭിക്ഷുവേ. ജനിച്ചാലും മരിച്ചാലും നിർമൂക ചേതന
അയ്യോ 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 അടുക്കരുത് അടുക്കരുത് അടുക്കരുത്. ഹലോ പോലീസ് സ്റ്റേഷനാണോ? ഒരു കള്ളന് അത് ഫോണല്ലേ അത്? നീ എന്താ പറഞ്ഞത്? കരിങ്കൂവള കരിങ്കൂള കണ്ണാന്ന്. കരിങ്കൂവള കണ്ണ് കണ്ടിട്ട് തേക്കം കുറ്റി കരിഞ്ഞ് വെന്തു നിൽക്കുന്ന പോലെ ഉണ്ട്. എനിക്കെന്താണോ കുറ്റം? എന്താ കുറ്റമെന്നും ഒന്ന് ചിരിച്ചേ. എന്താ പനിയില്ലേ? മുല്ലമുട്ട് പോലത്തെ പല്ലാന്ന് പറഞ്ഞിട്ട് മുല്ലമുട്ട് പോലത്തെ പല്ലാന്ന് പറഞ്ഞിട്ട് രാവിലെ ഞാൻ ഇങ്ങോട്ട് പോരുമ്പോ മൊട്ടായിരുന്നു. ഇപ്പൊ 4:30 ആയാലും വിടർന്ന് കാണുമായിരുന്നു. എന്നിട്ട് തൊണ്ടിപ്പഴം പോലത്തെ ചുണ്ടാണെന്നാണല്ലോ പറഞ്ഞത്. വേണ്ട വടക്കംപുളി ഉണങ്ങിയ പോലെ ഇരിക്കുന്നു. എന്ത് ഈ മാതിരി ഇതിപ്പോ ഏതാ കൂത്താട്ടുകുളം അമ്മണിയായിരുന്നു. ഏതായാലും ഇനി ഒരു നാടക നടിയെ പോയിക്കൊണ്ട് വരാൻ പറ്റുന്ന കാര്യമല്ല. നമ്മൾ ഇവരെ ഫിക്സ് ചെയ്യുന്നു. ഇത് വേണ്ട, ഇത് പറ്റത്തില്ല. പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ഇത് കുഴപ്പമൊന്നുമില്ലെന്നേ. ഇത് 10 മിനിറ്റ് അല്ലേ ഉള്ളൂ. മുംതാസ് ഉണ്ടായി 10 മിനിറ്റ് കഴിയുമ്പോൾ മരിക്കുമല്ലേ? മരിക്കൂ? മരിച്ചേ ഇല്ല, ഇതിനെ ഞാൻ കൊല്ലും. ഞാൻ പറഞ്ഞു കേട്ടോ. പൈസയുടെ കാര്യം ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഏത് പൈസ? പൈസ പൈസ ഏത് പേയ്മെന്റ് കൊടുക്കണല്ലോ. പേയ്മെന്റ് ഞാൻ കൊടുക്കാം. നമ്മള് 2000 മറ്റേ സംഭവം ഉണ്ടല്ലോ, നേരത്തെ പറഞ്ഞു തന്ന സംഭവം ഉണ്ടല്ലോ, മരിച്ചു കഴിഞ്ഞ ശേഷം മറ്റേ ഇത് താജ്മഹൽ കെട്ടി അത് കൊടുക്കും. താജ്മഹൽ കെട്ടി കൊടുക്കണല്ലോ. താജ്മഹലോ? ഇതിന് എടാ റോഡ് സൈഡിൽ നിന്ന് വല്ല ഫ്ലെക്സ് കൊണ്ടുവന്ന് വല്ല അങ്ങോട്ട് 3-4 കൂടാരം പോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി. ഇതിനൊക്കെ നാടകത്തിലല്ലേ ഇത്? ഏതായാലും പറഞ്ഞ പൈസ കൊടുക്കണം. 2500 രൂപ കൊടുക്കണം. എത്ര രൂപ? 2500 രൂപ. 2500 കൊണ്ടുപോവാ. ഇതിന് ഞാൻ 2500 രൂപ കൊടുക്കണം. കൊടുക്കല്ലേ, കൊടുക്കരുത്. നമുക്ക് പിരിച്ചുവിടാൻ പൈസ ചുമ്മാ കൊടുക്കല്ലേ. എനിക്കെന്താ ഭ്രാന്തെന്നോ ഇപ്പം പറയാൻ പൈസ എടുത്ത് കൊടുക്കാം. അങ്ങനെ പറഞ്ഞ വിളിച്ചോണ്ട് വന്നു. കൂടി വന്നാൽ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും അല്ല ഒരു 250 രൂപ അതിന്റെ ആവശ്യമുള്ളൂ. അത് മതി. ഒരു 500 രൂപ വേണം. 500 രൂപ വേണം. 500 രൂപ എന്നല്ല 250 രൂപ തരത്തുള്ളൂ. അവര് 250 രൂപ മതി എന്ന് പറഞ്ഞല്ലോ. പിന്നെ 500 രൂപ വേണമെന്ന് നിനക്കെന്താ ഇത്ര കുഴപ്പം? കുഴപ്പമുണ്ട്. എന്താ കുഴപ്പം? എന്റെ ഭാര്യക്ക് 500 രൂപ കൂടുതൽ കിട്ടുമോ? നിനക്ക് എന്തായാലും കുഴപ്പമുണ്ടോ? അത് ശരി. ഭാര്യയും ഭർത്താവ് കൂടെ ഒത്തു കളിച്ച് വന്നേക്കുവാ. ഇവിടെ എന്റെ പൈസ മേടിച്ചോണ്ട് പോകാൻ. അതെ വിട്ടോ വിട്ടോ, സ്ഥലം വിട്ടോ. സ്ഥലം ഇല്ലല്ലേ, പൈസയും തരത്തില്ല, ഒരു കുന്തം തരത്തില്ല. നിങ്ങൾ ഞങ്ങൾ വേറെ ബസ് കാശിന്റെ ഇറങ്ങി പൊക്കോണം. ഞാൻ പറഞ്ഞേക്കാം. കൊളാക്കാനായിട്ട് മനുഷ്യനെ ചിറ്റിക്കാനായിട്ട് വന്നേക്കുമല്ലേ? എന്താ പറയാനാന്ന് പറ. രാജാവും രാജ്ഞിയും ഒന്ന് വന്നേ. എന്നാ പറഞ്ഞേ? രാജാവും രാജ്ഞിയും ഒന്നിങ്ങി വന്നേ. മനസ്സ് മാറി തോന്നുന്നു. ജാട ഇട്ട് നോണം. എന്ത് വേണം പറയാം. അതെ ഇതിനെ കൊണ്ടുപോകുന്ന വഴിക്കേ ആ കാട്ടിക്കൊണ്ടാൻ കളഞ്ഞേക്കണം. കാട്ടിലോ? കാട്ടിന്തിരാ കൊണ്ട് കളയുമ്പോഴേ ഇതിന്റെ കണ്ണും കെട്ടി 2-3 പ്രാവശ്യം ഒന്ന് വട്ടം കറക്കി വേണം വിടാൻ. കണ്ണു കെട്ടിയിട്ട് വട്ടം കറക്കി വിടണം എന്തിനാ? അല്ലെ തിരിഞ്ഞു കറങ്ങി നിന്റെ വീട്ടിൽ തന്നെ വരുമെന്ന്. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിന്റെ ഈ ചിരി അരങ്ങിലേക്ക് നമുക്ക് തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. വെൽക്കം ബാക്ക് ടു ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ്. മനോഹരമായ നമ്മുടെ കോമഡി സൂപ്പർ നൈറ്റിന്റെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകാനുള്ള സമയം ആയിരിക്കുകയാണ്. പറയൂ. പല ചാനൽസിലും ഞാൻ പോയിട്ടുണ്ട്. ഈ ഫ്ലവേഴ്സ് ചാനലിൽ എൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ്. ഞാൻ മറ്റേ ഇതിന്റെ ലോഞ്ചിങ്ങിന് ദിലീപേട്ടൻ പറഞ്ഞത് കേട്ടായിരുന്നു. ഒരു ചാനലും വിടരുത് കേട്ടോ. ഈ പ്രോഗ്രാമും വിടില്ല. വളരെ നല്ല കാര്യം. നല്ല പ്രോഗ്രാമാണ്, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്. സാധാരണ ഇങ്ങനെയുള്ള പ്രോഗ്രാമിന് ജഡ്ജ് ചെയ്താണ് എനിക്ക് ശീലം. എനിക്കിന്ന് ആസ്വദിച്ച് കാണാൻ പറ്റി. മറ്റേത് നമ്മൾ കുറ്റവും കുറവും കണ്ടുപിടിക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കും. പക്ഷെ ഇത് ശരിക്കും ആസ്വദിച്ച് കാണാൻ പറ്റി. നല്ല സ്കിറ്റായിരുന്നു. ഗംഭീരമായിരുന്നു പ്രോഗ്രാം, അതിഗംഭീരം. നമ്മൾ ഒരുപാട് ചിരിച്ചു, മനസ്സ് തുറന്ന് ചിരിച്ചു. വളരെ വളരെ താങ്ക്സ്. അതുപോലെ സ്റ്റാർ ചലഞ്ചും ഗംഭീരമായി മാറട്ടെ. ഗംഭീരമാണ്, പറയാനൊന്നുമില്ല. എന്നാൽ ഗംഭീരമാണ്, പക്ഷെ ഭയങ്കര റിസ്ക്കുള്ള ഒരുപാട് കളികളുണ്ട് അതിൽ. അല്ല, ഇത് ഇങ്ങനെ ഇത്ര റിസ്ക് എടുക്കാനൊക്കെ ധൈര്യം തോന്നിയല്ലേ? അതും ഞാൻ അല്ലേ? അതെ, സുധീഷ് ചേട്ടനൊക്കെ വളരെ മറ്റേ ഇങ്ങനെ പേടിച്ച് നടക്കുന്ന. ഞങ്ങൾ എല്ലാവരും തന്നെ നമ്മൾ എന്താ പറയുക, നമ്മൾ ഇതുവരെ കാണാത്തൊരു ഡിഫറെന്റ് ഇമേജസ് ആണ് അതിൽ കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് പല കാര്യങ്ങളും എന്താ പറയുക, പുതിയ അനുഭവങ്ങളാണ്. പക്ഷെ അത് നമുക്ക് തന്നത് ഈ പറഞ്ഞ ഫ്ലവേഴ്സ് ചാനൽ തന്നെയാണ്. അപ്പോൾ പ്രത്യേക താങ്ക്സ് ഫ്ലവേഴ്സ് ചാനലിനോട് പറയാനുണ്ട്. ഇതിലും പങ്കെടുക്കാൻ സാധിച്ചു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിന്റെ മറ്റൊരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അയ്യോ, ഗുഡ് നൈറ്റ് പറയാൻ പറഞ്ഞു. ഗുഡ് നൈറ്റ്.